നമസ്കാരം. സ്പെഷ്യൽ എഡിഷനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗം സംബന്ധിച്ച വാർത്തകൾ കഴിഞ്ഞ 2 ദിവസമായി നമ്മൾ കേൾക്കുന്നു. തിരുവനന്തപുരത്ത് നിന്ന് ഇപ്പോൾ പുറത്തുവരുന്ന ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ്. അതായത് സംസ്ഥാനത്തെ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ലഹരി മാഫിയെ ലക്ഷ്യമിടുന്ന കെടിയിൽ കുട്ടികൾ വീഴുന്നു. തലസ്ഥാനത്ത് 14-കാരിയുടെ ദുരൂഹമരണത്തിൽ ക്രൈംബ്രാഞ്ച് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ. അതിക്രൂരമായ ലൈംഗിക പീഡനവും അമിത ലഹരി ഉപയോഗത്തെ തുടർന്ന് തലച്ചോറുണ്ടായ രക്തസ്രാവവുമാണ് മരണകാരണമെന്നാണ് നിഗമനം. തിരുവനന്തപുരത്തെ സിവിൽ പോലീസ് ഓഫീസറുടെ മകൾക്കുണ്ടായ ദുരനുഭവത്തിൽ മനസാക്ഷി മരവിപ്പിക്കുന്ന വിവരങ്ങൾ ഞങ്ങൾ പുറത്തുവിടുകയാണ്. ക്രൈംബ്രാഞ്ച് കൈമാറിയ വിവരങ്ങളുടെ പശ്ചാത്തലത്തിൽ മ്യൂസിയം പോലീസ് രണ്ടാമതും FIR രജിസ്റ്റർ ചെയ്തു. അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് രജിസ്റ്റർ ചെയ്ത കേസിൽ തുടരന്വേഷണം നടത്തുന്നത് ക്രൈംബ്രാഞ്ചാണ്. ഇത് നമ്മളെ വല്ലാതെ ഞെട്ടിപ്പിക്കുന്നുണ്ട്. കാരണം സ്കൂളുകൾ കേന്ദ്രീകരിച്ച്, നമ്മുടെ പിഞ്ചു മക്കളെ കേന്ദ്രീകരിച്ച് വല്ലാതെ ഈ മാഫിയ വളരുന്നു. പലതരത്തിലുള്ള വാഗ്ദാനങ്ങളിലൂടെ, പലതരത്തിലുള്ള കെണികളിൽ അവരെ പെടുത്തി ഇത്തരം ദാരുണമായ അവസ്ഥകളിൽ കൊണ്ടെത്തിക്കുന്നു. ഇതിന് തടയിടണം, നമ്മുടെ അധികാരികൾ ഉണരണം. നിരവധിയായ വാർത്തകൾ ഇത് സംബന്ധിച്ച് വന്നിട്ടും ന്യൂസ് 8 അടക്കം ഈ വിഷയത്തിൽ വ്യാപകമായി തന്നെ വാർത്തകൾ പ്രേക്ഷകരെ അറിയിച്ചിട്ടും അധികാരികളെ അറിയിച്ചിട്ടും ഇപ്പോഴും ഈ മാഫിയകൾ ഈ പ്രദേശങ്ങളിൽ വിലസുന്നു എന്നുള്ളത് ഏറെ ശ്രദ്ധേയമായ ഒന്നാണ്, ഏറെ അപമാനകരമായ ഒന്നാണ്. നമുക്ക് ഈ വിഷയമാണ് സ്പെഷ്യൽ ഡിബേറ്റ് ചർച്ച ചെയ്യുന്നത്. വലവിരിച്ച ലഹരി മാഫിയ കാക്കണം നമ്മുടെ മക്കളെ. ശ്രീ ജോർജ് ജോസഫ് റിട്ടയർഡ് SP, ശ്രീമതി കല ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, ഡോക്ടർ നിതിൻ ജോർജ് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ്, ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കൊല്ലം. ഒപ്പം ഈ വാർത്ത ആദ്യം പുറത്തു കൊണ്ടുവന്ന ശ്രീ ഡാൻ കുര്യൻ, ഞങ്ങളുടെ പ്രതിനിധി, എന്നിവർ ഈ ചർച്ചയുടെ ഭാഗമാകുന്നു. ആദ്യം ഡാൻ, ഇത് വല്ലാതെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ്. ഇതിന്റെ പിന്നിലുള്ള സംഭവവികാസങ്ങൾ എന്താണ്? ഡാന്റെ അന്വേഷണത്തിൽ ഒപ്പം ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ്? രഞ്ജിത്ത്, ഒരാഴ്ച മുമ്പാണ് ഇത്തരത്തിൽ കേരളത്തെ മുഴുവൻ ഞെട്ടിക്കുന്ന, മനുഷ്യ മനസാക്ഷിയെ തന്നെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഈ ഒരു ദാരുണമായ സംഭവം നടന്നിരിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ ഒരാഴ്ച മുമ്പ് പാളയത്തുള്ള പോലീസ് ക്വാർട്ടേഴ്സിൽ സുഹൃത്തുക്കൾ കളിക്കാൻ വിളിച്ച ഒരു പെൺകുട്ടി പിന്നെ വരാം എന്ന് പറഞ്ഞ മുറിക്കുള്ളിലേക്ക് പോകുന്നു. ആ മുറിക്കുള്ളിൽ ഏറെ നേരം കഴിഞ്ഞിട്ടും പെൺകുട്ടി പുറത്തു വരാതിരുന്നതിനെ തുടർന്ന് അന്വേഷിച്ചെത്തിയ ആളുകൾക്ക് യാതൊരു തരത്തിലുള്ള പ്രതികരണവും ഈ വീടിനുള്ളിൽ നിന്ന് കിട്ടാതിരുന്നതിനെ തുടർന്ന് കതക് പൊളിച്ച് മറ്റ് സുഹൃത്തുക്കൾ ചേർന്ന് മാതാപിതാക്കൾക്കൊപ്പം ആ മുറിക്കുള്ളിലേക്ക് കയറുകയായിരുന്നു. അപ്പോൾ അബോധാവസ്ഥയിൽ മുറിക്കുള്ളിൽ കിടക്കുന്ന ഈ 14 വയസ്സുകാരിയാണ് കണ്ടെത്തുന്നത്. അടിയന്തരമായി ഉടൻ തന്നെ മറ്റ് ക്വാർട്ടേഴ്സുകളിൽ താമസിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ചേർന്ന് ഈ പെൺകുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അങ്ങനെ ആശുപത്രിയിൽ അബോധാവസ്ഥയിൽ പ്രവേശിപ്പിക്കപ്പെട്ട കുട്ടി വൈകാതെ തന്നെ തലച്ചോറിലെ രക്തസ്രാവത്തെ തുടർന്ന് മരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് അസ്വാഭാവിക മരണത്തിന് മ്യൂസിയം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചതോടെയാണ് സംഭവത്തിന് പിന്നിലെ ദുരൂഹത മറനീക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതായത് ആദ്യഘട്ടത്തിൽ ഈ പെൺകുട്ടിയുടെ മുറിയിലടക്കം പരിശോധന നടത്തുന്നതിനിടയിൽ അവിടെ നിന്ന് ലഹരി പദാർത്ഥങ്ങൾ കണ്ടെത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിന് പിന്നാലെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഈ പെൺകുട്ടിയുടെ പോസ്റ്റ്മോർട്ടത്തിന് നേതൃത്വം നൽകിയ ഡോക്ടർമാരുടെ സംഘം, ഫോറൻസിക് സംഘം കൃത്യമായി തന്നെ അന്വേഷണ സംഘത്തിന്, പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഈ കുട്ടി ലൈംഗിക അതിക്രമത്തിന് ഇരയായിട്ടുണ്ട് എന്ന ഞെട്ടിക്കുന്ന വിവരം കൈമാറി. അതിന് പിന്നാലെ 376, 377 വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് ഈ കേസിൽ അന്വേഷണം ആരംഭിക്കുകയായിരുന്നു. ആ അന്വേഷണം പിന്നീട് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തതോടെയാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ, നമ്മൾ ഉച്ചയ്ക്ക് പുറത്തുവിട്ട ഈ വാർത്തയുമായി ബന്ധപ്പെട്ട ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഉദ്യോഗസ്ഥ തലത്തിലും അല്ലെങ്കിൽ പോലീസുമൊക്കെ അറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഏറെ ഗൗരവമുള്ള ഒരു സംഭവമാണ് ഡാൻ. പ്രധാനമായ ഒരു പെൺകുട്ടിക്കാണ് ഈ ദാരുണ സംഭവം ഉണ്ടാകുന്നത്. സ്കൂൾ വിദ്യാർത്ഥിനിയാണ്. അങ്ങനെ ഈ സംഭവത്തിന് ഒരുപാട് തലങ്ങളുണ്ട്. ഈ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ ലഭിച്ചതിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട് ആ ഗൗരവത്തിൽ അന്വേഷണം നടക്കുന്നുണ്ടോ? ഇതിന് പിന്നിലുള്ള ആരൊക്കെയാണെന്ന് കണ്ടെത്താനുള്ള ശ്രമങ്ങൾ അന്വേഷണ സംഘം നടത്തുന്നുണ്ടോ? അതായത് പോലീസിന് ആദ്യഘട്ടത്തിൽ ഒരു വീഴ്ച സംഭവിച്ചു ഈ കേസിന്റെ അന്വേഷണത്തിൽ എന്ന ദുഃഖകരമായ യാഥാർത്ഥ്യമാണ് നമുക്ക് ആദ്യം ഇതുമായി ബന്ധപ്പെട്ട ആ ചോദ്യത്തോട് പ്രതികരിക്കാനുള്ളത്. കാരണം മ്യൂസിയം പോലീസിന് കൃത്യമായി തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഡോക്ടർമാർ ഈ കുട്ടി ഇത്തരത്തിൽ ലൈംഗിക അതിക്രമത്തിന് ഇരയായിട്ടുണ്ട് എന്ന വിവരം ആദ്യഘട്ടത്തിൽ തന്നെ കൈമാറിയതായിരുന്നു. പക്ഷേ അതിന് 2 ദിവസത്തിന് ശേഷമാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമിക അന്വേഷണത്തിന് മ്യൂസിയം പോലീസിലെ ഉദ്യോഗസ്ഥർ അവിടേക്ക് എത്തിയത് എന്ന സൂചനകളാണ് നമുക്ക് കൃത്യമായി ആശുപത്രി
ആശുപത്രി അധികൃതരുടെ അടുക്കം ഭാഗത്ത് നിന്ന് ലഭിക്കുന്നത്. പക്ഷേ നിലവിൽ ലഭ്യമായിരിക്കുന്ന അന്വേഷണത്തിലെ വിവരങ്ങൾ പ്രകാരം ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരിക്കുന്നത് നഗരത്തിലെ ഒരു പ്രമുഖ സ്കൂൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ലഹരി മാഫിയയുടെ പ്രവർത്തനം സജീവമായി തന്നെ നടക്കുകയായിരുന്നു. അത്തരത്തിൽ ലഹരി മാഫിയ കെണിയിൽപ്പെട്ട ഇരയാണ് ഈ 14 വയസ്സുകാരി എന്ന ഒരു കണ്ടെത്തലിലേക്ക് അവർ എത്തിയിരിക്കുന്നു. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഇരയായിരിക്കുന്നത് ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ മകളാണ് എന്നതാണ്. അപ്പോൾ സാധാരണക്കാരായ വിദ്യാർത്ഥികളുടെ ഭാവി എന്താകുമെന്ന് വലിയൊരു ആശങ്ക മുമ്പോട്ട് വെച്ചുകൊണ്ടാണ് ഈ സംഭവം ഇപ്പോൾ വാർത്തയായിരിക്കുന്നത്. ശരി ശ്രീ ജോർജ് ജോസഫ്, ഒപ്പം ശ്രീമതി കല, ഒപ്പം ശ്രീ ഡോക്ടർ നിതിൻ ജോർജ് എന്നിവർ ഈ ചർച്ചയുടെ ഭാഗമാകുന്നു. ആദ്യം ശ്രീ ജോർജ് ജോസഫ്, ഇത് നമ്മൾ കുറെ നാളുകളായി കേൾക്കുന്നുണ്ട്, ഇങ്ങനെ സ്കൂളുകൾ കേന്ദ്രീകരിച്ചുള്ള ലഹരി മാഫിയയുടെ ഒരു വിളയാട്ടം. അവർ പലതരത്തിൽ കുട്ടികളെ കുരുക്കുന്നുണ്ട്, ഇവരെ ക്യാരിയർമാരാക്കുന്നു, ഇവരെ പലതും പറഞ്ഞ് പ്രലോഭിപ്പിക്കുന്നു, ഇവരെ ഇത് തങ്ങളുടെ അടിമകളാക്കുന്നു, അതിനുശേഷം തങ്ങൾക്ക് തോന്നുന്ന വിധത്തിൽ ഇവരെ ഉപയോഗിക്കുന്നു. ഈ കരാളഹസ്തങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റാത്ത വിധം ഇവർ ഇതിൽ പെട്ടുപോകുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകുന്നു. ഗൗരവമായ ഇത്തരം സംഭവങ്ങൾ തുടർച്ചയായിട്ടും, അല്ലെങ്കിൽ ഇത്തരം വാർത്തകൾ പുറത്തു വന്നിട്ടും, ഇത്തരം അനുഭവങ്ങൾ നമ്മളുടെ മുന്നിൽ ഉണ്ടായിട്ടും എന്തുകൊണ്ട് നമുക്ക് കാര്യക്ഷമമായ ഒരു ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല? ഇത് നമ്മൾ ഈ ഉപയോഗിക്കുന്ന കുട്ടി, ആ കുട്ടി അബോധാവസ്ഥയിൽ വീണതും അതിനെ ലൈംഗികമായി പീഡിപ്പിച്ചതായിട്ട് കാണുകയാണ്. അതിന് പ്രകൃതി വിരുദ്ധവും ചെയ്തു. 376 റേപ്പ്, പ്രകൃതി വിരുദ്ധം 377 IPC 2ാമത് ക്രൈംബ്രാഞ്ച് ചേർക്കുകയും ചെയ്തു. ഇത് അടിസ്ഥാനപരമായി നമ്മൾ നോക്കുമ്പോൾ വലിയ പിഴവ് മ്യൂസിയം പോലീസിന്റെ കയ്യിൽ നിന്ന് ഉണ്ടായി എന്നുള്ളതാണ്. എന്തിനാണ് നമ്മളിത് സപ്രസ് ചെയ്യുന്നത്? ഒരു കുട്ടിയുടെ ജീവൻ പോയില്ലേ? ഒരു സിവിൽ പോലീസ് ഓഫീസർ കൊച്ചിൻ്റെയാണ് ജീവൻ പോയത്. ആ കുട്ടിയുടെ മുറി പരിശോധിച്ചപ്പം അവിടുന്ന് ലഹരി വസ്തുക്കൾ കണ്ടെത്തി. മറ്റൊന്ന്, ആ കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച് ആരാണ് ചെയ്യുന്നത്? പോലീസ് പ്രൊട്ടക്ഷൻ ഉള്ള സ്ഥലമാണ്, പോലീസ് ക്വാർട്ടേഴ്സിന്റെ അകത്താണ് ഈ സംഭവം നടന്നത്. ഇനി ഈ കുട്ടിയുടെ സ്കൂളിൽ വെച്ചാണോ? അപ്പോൾ ഈ സംസ്ഥാനത്തെ പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ പഠിക്കുന്ന കുട്ടികൾ പഠിക്കുന്ന 3-4 സ്കൂൾ തിരുവനന്തപുരം നഗരത്തിലുണ്ട്. അതിലൊരു സ്കൂളിലാണ്. അവിടുത്തെ PTA ഒക്കെ പല കാര്യങ്ങളും ഒളിച്ചു വെക്കുകയാണ്. ഞാൻ ആ സ്കൂളിന്റെ പേരെടുത്ത് പറയുന്നില്ല. ഈ തിരുവനന്തപുരം സിറ്റിയിലെ 3-4 സ്കൂളിലെ മൈനറായ 3-4 കുട്ടികൾ പ്രസവിക്കുകയും ചെയ്തിട്ടുണ്ട്. ആരറിഞ്ഞു? ചാനലുകാരറിഞ്ഞില്ല, പത്രക്കാരറിഞ്ഞിട്ട് അത് വാർത്ത വന്നില്ലല്ലോ. അത് വാർത്തയാക്കുമ്പോൾ മറ്റു ചില കേസുകൾ വരുമെന്ന് പേടിച്ചിട്ടായിരിക്കാം. എങ്കിലും നമ്മുടെ സമൂഹത്തില്, നമ്മുടെ കുട്ടികളിലെ, അല്ലെ നമ്മുടെ സ്കൂളിലെ 16 വയസ്സിനകത്തുള്ള കുട്ടികളിൽ എന്താണ് നടക്കുന്നതെന്ന് ആ ഭീകരമായ സത്യം നമ്മൾ മറച്ചു വെച്ചിട്ട് കാര്യമില്ല. കാരണം ഇവിടെ പോലീസിന്റെ അനാസ്ഥ ഇക്കാര്യത്തിലുണ്ട്. കാരണം ഒരു കുട്ടി ഒരു ഡ്രഗ്സ് ഉപയോഗിക്കുന്നത് കണ്ടെത്തിക്കഴിഞ്ഞാൽ ആരാണ് ആ കുട്ടിക്ക് കൊടുത്തത്, അത് എവിടെ നിന്ന് വന്നു, അതിന്റെ ഹോൾസെയിൽ ഡീലർ ആര്, അതിലേക്ക് പോകണം. അതിലേക്ക് പോലീസ് പോകുന്നില്ല. പോലീസ് അതിശക്തമായ എക്സൈസും അതിശക്തമായ നടപടി എടുക്കാതെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല. അതുപോലെ തന്നെ പല PTA-ക്കും പല ഇൻട്രസ്റ്റഡ് താല്പര്യങ്ങളുണ്ട്. തിരുവനന്തപുരം നഗരത്തിലെ ഒരു സ്കൂളിലെ PTA-യുടെ പ്രസിഡന്റ് ആയിരുന്നു പണ്ട് ഞാൻ. അവിടെ അധ്യാപകരും കണക്കാണ്. കാരണം പല സ്കൂളിലും അധ്യാപകരും മദ്യപിക്കുന്നവരാണ്. അവരെ സ്കൂളിൽ നിന്ന് മാറ്റണം. പല സ്കൂളിലെ അധ്യാപകരും ഡ്രഗ്സ് അടിക്കുന്നവരുണ്ട്. ഇത് പൊതുവായിട്ട് പറയല്ല, ഒരു സ്കൂളിൽ ചിലപ്പോൾ 1-2 പേരായിരിക്കാം. പക്ഷെ അതറിയാവുന്ന കുട്ടികളുണ്ട്, പെൺകുട്ടികൾ, ആൺകുട്ടികളുണ്ട്. അവരൊക്കെ അത് ലാഘബുദ്ധിയോടെ കാണും. സാറടിക്കുന്നുണ്ടല്ലോ, പിന്നെ നമുക്ക് പഠിച്ചാൽ എന്താണ് കുഴപ്പം? കുട്ടികൾ അങ്ങനെയല്ലേ ചിന്തിക്കുള്ളൂ. അതിശക്തമായ നടപടി പോലീസിന്റെ ഭാഗത്ത്. സാർ, അത് സ്കൂളിനകത്ത് നടക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ സ്കൂളിന് പുറത്ത് ഈ പറഞ്ഞവർക്കൊക്കെ ഇടപെടുന്നതിന് പരിമിതികളുണ്ടല്ലോ. അവിടെയാണ് ഇത്തരം മാഫിയകൾ വിലസുന്നത്. ഇവർ ഈ കുട്ടികളെ നോക്കി നിൽക്കുന്നു, ഇവരെ ചില കുട്ടികളെ ടാർഗറ്റ് ചെയ്യുന്നു, അവരുടെ പുറകെ പോകുന്നു, പല കാര്യങ്ങൾ പറഞ്ഞ് പ്രലോഭിപ്പിക്കുന്നു. നമുക്കിപ്പോൾ ഈ ഒരുപാട് സംവിധാനങ്ങളുണ്ടല്ലോ നമ്മുടെ പോലീസിലും മറ്റുമായി, ഇത്തരം കാര്യങ്ങൾ എക്സൈസിലും മറ്റുമായി ഇത്തരം കാര്യങ്ങൾ നിരീക്ഷിക്കാനും സ്കൂളുകളുടെ പരിസരത്ത് സ്ക്വാഡുകൾ ഇടുമെന്നൊക്കെ ഒരുപാട് വാഗ്ദാനങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും പ്രാവർത്തികമാകുന്നില്ല. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കും? നമ്മൾ കാര്യമായി തന്നെ ഇത്തരം വിഷയങ്ങളിൽ ഇടപെടുകയും നമ്മുടെ തലമുറയെ രക്ഷപ്പെടുത്തേണ്ടതുണ്ട്. അല്ലല്ല, ഞാൻ അങ്ങനെയല്ല. കാരണം അടിസ്ഥാനപരമായിട്ട് സ്കൂൾ തന്നെയാണ് ഞാൻ പോകുന്നത്. കാരണം മറ്റൊന്നും പ്രായോഗികമായിട്ട് നടക്കത്തില്ല. വളരെയധികം ആൾക്കാർ NCC പിള്ളേരെ ഇറക്കുന്നു, അത് സ്കൗട്ട് കുട്ടികൾ വരുന്നു, മന്ത്രി അവിടെ പോയി പ്രസംഗിക്കുന്നു. ആർക്കാണ് എന്താ ഗുണം? ആ കാരിയർമാരെ ആരാണെന്ന് കണ്ടെത്തുന്നില്ല, ഡ്രഗ്സ് കൊണ്ടുവരുന്ന ആരാണെന്ന് കണ്ടെത്തുന്നില്ല. എല്ലാ സ്കൂളുകളിലും ഒരു 10 മുതൽ 20% വരെ കുട്ടികളിലെ ഡ്രഗ്സ് എത്തിക്കഴിഞ്ഞു.
അതിന്റെ ഫലമാണ് ഈ ഒരു കുട്ടി മരിച്ചത് നമ്മൾ ആലോചിച്ചോണം. സംസ്ഥാനത്ത് ഈ അടുത്ത കാലത്ത് 2-3 PTA ഉദ്യോഗസ്ഥർ ചില രാഷ്ട്രീയ പാർട്ടികളെ പോഷക സംഘടനപ്പെട്ടവരാണ്. ആ സ്കൂളിന് നാണക്കേടാണ് അവർക്ക് മുഖ്യം. അതല്ല, അങ്ങനെയുള്ള PTA ആൾക്കാരെ മാറ്റണം, അല്ലെങ്കിൽ PTA നിരോധിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം PTA പ്രൊട്ടക്ട് ചെയ്യാണ്. ഈ കുട്ടിയുടെ കേസ് ഒരു സിലബസ് കേസായിട്ട് ഗവൺമെന്റ് എടുക്കണം, അത് വിദ്യാഭ്യാസ വകുപ്പ് എടുക്കണം. കാരണം ഇത് കാരണം പോലീസ് പ്രൊട്ടക്ഷൻ ധാരാളമുള്ള ഒരു സ്ഥലത്ത് താമസിക്കുന്ന കുട്ടിയാണ്. ആ കുട്ടിക്ക് എന്താണ് പറ്റിയത്? ഡ്രഗ്സ് മാത്രമല്ല, റേപ്പ് വരുന്നു. 14 വയസ്സുള്ള കൊച്ചിന് ആ റേപ്പ് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആ കുട്ടിയുടെ പ്രകൃതി വിരുദ്ധ നടപടിയും ചെയ്യുന്നുണ്ട്. ആരാണ് ഇത് ചെയ്യുന്നത്? ഡ്രഗ്സ്. എവിടാണ് സംഭവിക്കുന്നത്? എവിടാണ് നമുക്ക് പറ്റിയ പാകപ്പിഴ? അപ്പൊ സംസ്ഥാനത്ത് മൊത്തം വേണ്ട, തിരുവനന്തപുരം നഗരത്തിലെ പ്രശസ്തമായ 3-4 സ്കൂളുകളിലെ ആ കുട്ടികളെ ഡ്രഗ്സുമായിട്ട് വന്ന് അവിടെ ബാഗ് പരിശോധിക്കാൻ അവിടുത്തെ ടീച്ചേഴ്സിനും അഡ്മിനിസ്ട്രേഷനും അല്ലെ ഹെഡ് മാസ്റ്റർക്കും ഭയമാണ്. എന്തിനാണ് ഭയക്കുന്നത്? മൈനറിലെ കുട്ടികള്. അപ്പോൾ അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക മാതാപിതാക്കൾ. പോരാ, അതിശക്തമായ നടപടി സ്കൂളിലെ ടീച്ചേഴ്സ് എല്ലാ കുട്ടികളുടെയും ബാഗ് പരിശോധിക്കണം. കാരണം ഒരു കുട്ടിയുടെ മാത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ ആ കൊച്ചിന് മാനസിക വിഷമമൊക്കെ ഉണ്ടാകാം. പക്ഷേ ഒരു സ്കൂളിൽ ഒരു കുട്ടിയെ സംശയം തോന്നിയ ആ സ്കൂളിലെ എല്ലാ കുട്ടികളും, പ്രത്യേകിച്ച് ആ ക്ലാസ്സിലെ മുഴുവൻ ആൾക്കാരെയും ബാഗ് പരിശോധിക്കണം. എന്നിട്ട് അതിന് നടപടിയെടുക്കണം. കാരണം കൺസേൺഡ് പോലീസ് സ്റ്റേഷനിലെ ഒരു ഓഫീസറോട് പറഞ്ഞാൽ അയാൾ മഫ്റ്റിയിലെ യൂണിഫോമിൽ അവിടെ വരും, യൂണിഫോം അല്ലാതെ വരും. വനിതാ പോലീസ് വേണേൽ വരും, സാരി എടുത്തുകൊണ്ട് വരും. കാരണം കുട്ടികളെ സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ സംശയം തോന്നി സെർച്ച് ചെയ്താൽ ഒന്നും കിട്ടിയില്ലല്ലോ. അധ്യാപകരെ പേടിക്കരുത്. അധ്യാപകരെ പേടിക്കുന്ന ആ കുട്ടികളെ പേരൻസ് വന്ന് തെറി വിളിക്കും, അവരെ മർദ്ദിക്കും എന്നൊക്കെ. അതൊന്നും നടക്കില്ല. ഒരു സ്കൂളിന്റെ അകത്ത് കുട്ടികൾ മൈനറാണ്. ആ സ്കൂളിലെ PTA ഉദ്യോഗസ്ഥരും അല്ലെങ്കിൽ ആ സ്കൂളിലെ ഹെഡ് മാസ്റ്ററും അവിടുത്തെ അധ്യാപകർക്കും അവർക്ക് മൈനറായ കുട്ടിയുടെ കാര്യത്തിൽ അവരെ തന്റെ സ്വന്തം കുട്ടികളെ പോലെ കരുതണം. അതുപോലെയുള്ള നടപടി എടുക്കാൻ പഠിക്കണം. അല്ലാതെ പേടിച്ച് മാറുന്നതല്ല, അവർ ചീത്ത വിളിക്കുന്ന തെറി വിളിക്കുന്നതല്ല. ഒരു ജീവൻ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ് ചെയ്യേണ്ടത്. അതിന് ലോക്കൽ ഉള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ സഹായം തേടാമെന്ന്. അതുകൊണ്ട് പരിശോധന നിർത്തരുത്. എല്ലാ സ്കൂളിലും പരിശോധിക്കണം. കാരണം ഒരു പെൺകുട്ടിയെ ലഹരി മാഫിയ അടിമയാക്കുന്നു. ഈ പെൺകുട്ടി അമിതമായ ലഹരി ഉപയോഗം കൊണ്ട് ഒപ്പം ലൈംഗിക പീഡനവും ഒക്കെ കാരണം മരിക്കുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാകുന്നു. ഈ താങ്കളുടെയൊക്കെ അനുഭവത്തിൽ ഇത്തരം ഒരുപാട് കേസുകൾ നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ നാട്ടിൽ വർദ്ധിക്കുന്നു എന്നുള്ളതല്ലേ? ഒരുപാട് ആളുകൾ ഇങ്ങനെ ഇത്തരത്തിലുള്ള ആളുകളൊക്കെ മാതാപിതാക്കളായാലും കുട്ടികളായാലും കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുമല്ലോ. അവർ പങ്കുവെക്കുന്ന അനുഭവം എന്താണ്? എങ്ങനെയാണ് ഇത്തരം സംഭവങ്ങളുടെ അടിമകളായി നമ്മുടെ തലമുറ മാറുന്നത്? ഇത് പെട്ടെന്നുണ്ടായ ഒരു ചേഞ്ച് അല്ല. ഒരുപാട് നാളുകളായി ഗ്രാജുവലി വന്നൊരു, ഞാനൊരു 10-23 വർഷമായിട്ട് ഈ പ്രൊഫഷണൽ കോളേജസും സ്കൂൾസിലെയും കുട്ടികളെ കൗൺസിൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പം സ്കൂൾസിലായാലും ഒക്കെ പെട്ടെന്നുണ്ടായ ഒരു ചേഞ്ച് അല്ല, പതുക്കെ വന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഒരുപാട് പേരുടെ കൂട്ടായ ഒരു പരിശ്രമം ഉണ്ടെങ്കിൽ ഇതിലൊരു അറുതി വരുത്താൻ തീർച്ചയായും പറ്റും. കാരണം ഇതിനകത്തില് പാരന്റ്സിന്റെ ഒരു കുറ്റം, നമ്മൾ വളർത്തുദോഷം എന്ന് പറയുന്ന ഒരു ഘടകമുണ്ടല്ലോ, അതല്ല പലപ്പോഴും ഇപ്പോ കണ്ടുവരുന്നത്. കാരണം അവര് പലപ്പോഴും അറിയുന്നില്ല. 24 മണിക്കൂറും കുട്ടികളെ നോക്കാനോ ഒന്നും അവരുടെ ഒരു സമയത്തിരക്ക് മൂലം ഒന്നും അവർക്ക് കുട്ടികളുമായിട്ട് ഇന്ററാക്ഷൻ കുറവായതുകൊണ്ടും കുട്ടികൾ വരുന്ന ചേഞ്ചസ് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അപ്പോ ഇത് പതുക്കെ നമ്മുടെ സമൂഹത്തിൽ തുടങ്ങിയ ഒരു വിപത്ത്, അത് മദ്യവും കഞ്ചാവും ഒന്നുമല്ല, അതിനൊക്കെ മേലെയാണ്, ഒരുപാട് മേലെയാണ്. ഞങ്ങള് കൗൺസിലിംഗ് സമയത്ത് നമുക്കൊക്കെ പല കാര്യങ്ങൾ കുട്ടികളിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്, വെളിപ്പെടുത്തുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ ആരോട് പറയണം? എല്ലാ സ്കൂൾസിലും കോളേജസിലും ഒക്കെ ഉണ്ട് കൗൺസിലർമാർ. ഞങ്ങൾ ആരോടാണ് പറയേണ്ടത്? ഞങ്ങൾക്ക് എന്ത് പ്രൊട്ടക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമൂഹത്തിൽ നിന്നും ഉദ്യോഗസ്ഥരിൽ നിന്നും ഞങ്ങൾക്ക് എന്ത് പ്രൊട്ടക്ഷൻ കിട്ടും? ഓരോ സ്കൂൾസിലും കൗൺസിലർമാരും ഒക്കെ ഞങ്ങൾ ഇതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കാര്യങ്ങൾ കൂടുതൽ കുട്ടികളായാലും മാതാപിതാക്കളായാലും തുറന്നു പറയുന്നത് നിങ്ങളെ പോലുള്ള കൗൺസിലേഴ്സിനോടാണ് സ്വാഭാവികമായും. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഞെട്ടിപ്പിക്കുന്ന, ഇപ്പോൾ ഞങ്ങൾ ഈ വാർത്തകളിലൂടെ പുറത്തുവിടുന്നതിനേക്കാളും ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഒരുപാട് ഇതൊന്നുമല്ല, ഇതിലും ഭീകരമായ അനുഭവങ്ങളുണ്ട്. അത് ഞങ്ങൾ ആരോടാണ് പറയേണ്ടത്? ഞങ്ങള് പിന്മാറുന്ന കുട്ടികളുണ്ട്. ചില ബോധവൽക്കരണ ക്ലാസുകൾ, അത് എത്ര കൗൺസിലർമാർക്ക് അവസരം കൊടുക്കുന്നുണ്ട്. സ്കൂൾസിലും കോളേജസിലും കൗൺസിലർമാരുണ്ട്. പക്ഷെ ഈ ഒരു കൗൺസിലിംഗ് എന്ന് പറയുന്ന ഒരു സംവിധാനം സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് എത്രത്തോളം ഞങ്ങൾക്ക് ബോധവൽക്കരണം കൊടുക്കാനുള്ള, ബോധവൽക്കരണം വേണ്ട, ഡിസ്കഷൻ, പാരന്റ്സും അധ്യാപകരും അടങ്ങുന്ന സദസ്സിലുള്ള ഡിസ്കഷൻ, എന്താണ് നടക്കുന്നതെന്ന് ഞങ്ങൾക്ക്
എവിടെയാണ് നമ്മൾ പറയേണ്ടത്? അത് പറഞ്ഞാൽ ഞങ്ങൾക്ക് എന്ത് പ്രൊട്ടക്ഷൻ കിട്ടും? ഇപ്പോ പിന്മാറുന്ന ഓരോ കേസിൽ നിന്നും ഡ്രഗ് അഡിക്റ്റഡ് ആയിട്ട് നിന്ന കുട്ടികൾ പിന്മാറി കഴിയുമ്പോൾ അവര് വന്ന് പറയുന്ന കഥകളുണ്ട്. നമുക്കറിയാം ഇവിടെ ഈ തലസ്ഥാനത്ത് തന്നെ എവിടെ നിന്നാണ് കിട്ടുന്നത്, എങ്ങനെയാണ് ഇതിന്റെ ഓപ്പറേഷൻ എല്ലാം അറിയാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ ആരോട് പറയും? ഞങ്ങൾക്ക് ആര് പ്രൊട്ടക്ഷൻ തരും? പിന്നെ ആൺകുട്ടികളെ ഇതിനകത്തിൽ പെടുത്താനായിട്ട് ഒരു പ്രാവശ്യം ഡ്രഗ്സ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെയും അവരെ ഇതിനകത്തിൽ ഇൻവോൾവ്മെന്റ് കൊണ്ടുവരാനായിട്ട് അവർക്ക് പൈസ ഇല്ല. അവർക്ക് ഡ്രഗ്സ് വേണം, അവർക്ക് പൈസ ഇല്ല. അതിന് ഗുണ്ടകളായി മാറ്റപ്പെടും. കുട്ടികളാളികൾ ഡ്രഗ്സ് വേണമെങ്കിൽ ഗുണ്ടകളെല്ലാം മാറ്റപ്പെടും. ചെയ്യാനുള്ള അവസരങ്ങൾ വേണം. ഹെൽത്തിനെ ഇതെങ്ങനെ ബാധിക്കും, ഇതൊക്കെ പറയാനുള്ള അവസരങ്ങൾ ഞങ്ങൾക്ക് വേണം. അപ്പോ ആൺകുട്ടികളെ നമുക്ക് അങ്ങനെ മാറ്റാം. പെൺകുട്ടികൾ വൺസ് ഇതിന് അഡിക്റ്റഡ് ആയി കഴിഞ്ഞാൽ അവർക്ക് ഈ ഡ്രഗ്സ് കിട്ടാനായിട്ട് മദ്യവും കഞ്ചാവും ഒന്നും അല്ല, അതിനൊക്കെ മേലെയാണ് കാര്യങ്ങൾ. അത് കിട്ടാനായിട്ട് ഇവരെന്താണ് കോംപ്രമൈസ് ചെയ്യുന്നതെന്നൊന്ന് ആലോചിച്ച് നോക്ക്. അങ്ങനെ നിൽക്കുന്ന പെൺകുട്ടികളെ തിരിച്ച് ലൈഫിലോട്ട് കൊണ്ടുവരാൻ ഭയങ്കര പാടാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അവർക്കുണ്ടാക്കുന്ന ട്രോമ വലുതാണ്. ഒരു ഇരയാക്കപ്പെടുന്ന പെൺകുട്ടി എന്ന് തന്നെ നമുക്ക് പറയാം. അവരുടെ പാരന്റ്സ് കൊണ്ടുവരും, പക്ഷെ അവർക്ക് പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കാൻ ധൈര്യമില്ല. അവർക്ക് അവരുടെ മാനം രക്ഷിക്കണം. സ്കൂൾസിലും കോളേജസിലും ഈ പ്രശ്നം ഉണ്ടെങ്കിൽ സ്കൂളും കോളേജസും കൂടെ നിൽക്കുവോ? കാരണം അവര് വിചാരിക്കുന്നത് അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷന് ചീത്തപ്പേര്. അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല ചീത്തപ്പേര്, ഇതൊരു സമൂഹത്തിന്റെ പ്രശ്നമാണ്. സ്കൂളോ അല്ലെങ്കിൽ പാരന്റ്സോ ഒന്നും അല്ല, സമൂഹത്തിൽ നിൽക്കുന്ന ഇത് പൊളിറ്റിക്സും അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരും എല്ലാവരും കൂടെ ചേർന്ന് രക്ഷിക്കേണ്ട ഒരു സംഭവം. പെട്ടെന്ന് ഇതിനൊന്നും അറിഞ്ഞു വരാൻ പറ്റത്തില്ല. അടുത്ത സംഭവം പുറത്തു വരാത്ത ഒരുപാട് വിവരങ്ങൾ മാഡത്തിന്റെ മനസ്സിലുണ്ട്, കേട്ടറിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ആരെങ്കിലും ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടോ? ഈ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചെങ്കിൽ അവരുടെ ബന്ധപ്പെട്ടവരുടെ പ്രതികരണം എന്തായിരുന്നു? ഒട്ടും ആശാവഹമായിരുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഒറ്റ വാക്കി പറയാം, വെളിച്ചം കാട്ടിത്തരേണ്ടവർ കണ്ണടയ്ക്കും. ഇത്രയും വർഷം ഈ ഒരു മേഖലയിൽ നിന്നിട്ട് എനിക്ക് പറയാനുള്ള ഒറ്റ വരിയിൽ തീർക്കാം, വെളിച്ചം കാട്ടിത്തരേണ്ടവർ കണ്ണടയ്ക്കും. നമ്മൾ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഒറ്റപ്പെടും, നമ്മുടെ ശബ്ദം ഒറ്റപ്പെടും, നമുക്ക് ശത്രുക്കളുണ്ടാവും, ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ എത്തിപ്പെടും. പക്ഷെ ഒരു ഇച്ചിരി പിന്തുണ തന്നാല് ഞങ്ങളെ പോലുള്ളവർക്ക് ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, എല്ലാം കണക്കിലെടുക്കണ്ട, കുറച്ചെങ്കിലും കണക്കിലെടുക്കുക. ഇങ്ങനെ ഇപ്പോ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ മകളാണ്, അദ്ദേഹത്തിന്റെ ആ ഒരു തൊഴിലിരിക്കുമ്പോ പോലും ആ കുട്ടിക്ക് ഒരു പ്രൊട്ടക്ഷൻ ഇല്ലെങ്കിൽ സാധാരണക്കാരുടെ മക്കൾക്ക് എന്ത് പ്രൊട്ടക്ഷനാണ് കിട്ടുന്നത്? പാരന്റ്സിന് അറിയാൻ പറ്റില്ല. ഒരു PTA മീറ്റിംഗ് എല്ലായിടത്തും വേണം, സ്കൂൾസിലും കോളേജസിലും എല്ലാം കണ്ടക്ട് ചെയ്യണം. ഞങ്ങൾക്ക് പറയാൻ അവസരങ്ങൾ വേണം. സ്കൂൾസിലായാലും കോളേജസിലായാലും ഒരു പ്രശ്നം വരുമ്പോഴല്ല കുട്ടികളെ കൗൺസിലിംഗിന് കൊണ്ടുവരേണ്ടത്. ഒരു പീരീഡ് വേണം. എന്നിട്ട് എക്സ്പീരിയൻസ് ആയിട്ടുള്ളവര്, നമുക്കും ഉണ്ട് കുറവുകള്, നമുക്കും ഉണ്ടായിരിക്കും ചിലപ്പോൾ തെറ്റുകൾ പറ്റാറുണ്ട്. എങ്കിൽ അതുകൊണ്ടാണ് ഞങ്ങളെ മോണിറ്റർ ചെയ്യാനും അത് ഞങ്ങൾക്ക് ചർച്ച ചെയ്യാനും ഞങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാനും ഒക്കെ ഇവിടെ അവസരങ്ങളും അതിനുള്ള മേധാവികൾ വേണം, അറിയിക്കാനുള്ള സംവിധാനങ്ങൾ വേണം. മാഡം പറയുന്നതനുസരിച്ച് ഈ കൗൺസിലിംഗ് എന്ന് പറയുന്നത് അതൊരു പ്രഹസനമായി മാത്രം വേണമെങ്കിൽ നടപ്പിലാക്കാം, വേണമെങ്കിൽ പേരിന് മാത്രം നടപ്പിലാക്കുന്ന ഒരു സംവിധാനമായി മാറുന്നു. ഇതിന്റെ റൂട്ട് കോസ് കണ്ടുപിടിക്കാനും ഈ കുട്ടികളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും. പറഞ്ഞോളൂ. അല്ല, ഇതിങ്ങനെ പ്രശ്നങ്ങൾ മുന്നിൽ വരുന്നു, നമുക്കൊന്നും ചെയ്യാനും പറ്റുന്നില്ല. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഉണ്ടാകുന്നൊരു ജോബ് സാറ്റിസ്ഫാക്ഷൻ ഇല്ലായ്മയുണ്ടല്ലോ, അത് നമ്മളുടെ എക്സ്പീരിയൻസ് കൂടുന്തോറും അത് കൂടി തന്നെ വരികയാണ്. തീർച്ചയായും തിരിച്ചു വരാം താങ്കളിലേക്ക്. നമുക്ക് ഡോക്ടർ നിതിനിലേക്ക് ഒരു കാര്യം കൂടെ പറയാം. കുട്ടികളാണ് ഡോക്ടർ നിതിൻ ജോർജ്, സൈക്കാട്രിസ്റ്റ്, അദ്ദേഹം കൂടി നമ്മോടൊപ്പം ചർച്ചയുടെ ഭാഗമാകുകയാണ്. നിതിൻ ജോർജ്, നമുക്ക് കുട്ടികളെ രക്ഷിക്കണം. കാരണം അവര് വല്ലാതെ തോതിൽ രക്ഷപ്പെടാൻ ആഗ്രഹമുള്ളവരൊക്കെ ആയിരിക്കും, സ്വാഭാവികമായും രക്ഷിതാക്കളും ഒക്കെ ആയിരിക്കും നിങ്ങളുടെ മുന്നിൽ വരിക.
അതിന് എന്താണ് മാർഗമെന്നുള്ളതാണ്. വീണ്ടും വീണ്ടും ഈ കുഴപ്പങ്ങളിലേക്ക് അവരെ നയിക്കുകയാണ് ഇത്തരം മാഫിയകൾ. പല കാരണങ്ങൾ പറയുന്നു, പല വിധത്തിൽ ഇവരെ കുടുക്കുന്നു. ഇതൊക്കെ ചെയ്ത് നമ്മൾ ഈ കുട്ടികളെ തിരികെ കൊണ്ടുവരാനുള്ള മാർഗങ്ങളെ കുറിച്ച് ആലോചിക്കേണ്ടിയിരിക്കുന്നു. അത്തരം തരത്തിൽ തിരികെ വന്ന ഒരുപാട് ആളുകളും അനുഭവത്തിൽ കാണുമല്ലോ, അല്ലെ? അതെ. നമുക്ക് ഈ കുട്ടികളെ രക്ഷിക്കുക എന്ന് പറയുമ്പോൾ ഒന്ന് ഈ ലഹരിയുടെ അടിമത്തത്തിൽപ്പെട്ടവരോ അല്ലെങ്കിൽ ഈ ലഹരി ഉപയോഗിക്കുന്നവരോ അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കാനായി മറ്റുള്ളവർക്ക് നമ്മൾ പുഷേഴ്സ്, പെഡലേഴ്സ് അല്ലെങ്കിൽ നിങ്ങൾ കാരിയേഴ്സ് എന്നൊക്കെ പറയുന്നത് പോലെ ഇത് വിൽക്കുന്നവരോ ആയിട്ടുള്ള കുട്ടികൾ, അതിലും നല്ലൊരു ശതമാനം പേരും 99% കുട്ടികളും ലഹരി ഉപയോഗിക്കുന്നവരോ അതിന് അടിമയുള്ളവരോ ആയിരിക്കും. അങ്ങനെയുള്ള ഒരു കുട്ടി ഇതിന് അടിമത്തിൽ പെട്ടവരെ രക്ഷിക്കുക എന്നുള്ളതും ഇനി ഉള്ള കുട്ടികൾ ഇത്തരം ഒരു അപകടത്തിൽ ചെന്ന് പെടാതിരിക്കാൻ നോക്കുക എന്നുള്ള 2 കാര്യങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ട് ചെയ്യാനുള്ളത്. പക്ഷെ നമ്മുടെ മെഡിക്കൽ സയൻസ് അനുസരിച്ച് നമുക്ക് വളരെ കൃത്യമായി തന്നെ പറയാൻ സാധിക്കും, ഈ ലഹരിയുടെ അടിമത്തത്തിന് അതിന്റെ ഒരു ആസക്തിക്ക് അടിമപ്പെട്ടു പോയ കുട്ടികളെ കൃത്യമായ ചികിത്സയിലൂടെയും, അതായത് ഒരു സോഷ്യൽ സപ്പോർട്ട്, അതായത് അവരുടെ കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും അവരുടെ സ്കൂളിലെ മറ്റു കൂട്ടുകാരുടെയും അധ്യാപകരുടെയും എല്ലാം കൃത്യമായ ഒരു സാമൂഹികമായ ഒരു പിന്താങ്ങൽ അവർക്കുണ്ടെങ്കിൽ, ഒരു സോഷ്യൽ സപ്പോർട്ട് അവർക്കുണ്ടെങ്കിൽ അവരെ പൂർണ്ണമായി പഴയ രീതിയിൽ നല്ലൊരു ജീവിതത്തിലേക്ക് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. അതിനുള്ള ചികിത്സാ രീതികൾ നമുക്കിവിടെ വളരെയധികമായി ലഭ്യമാണ് എന്നുള്ളതാണ് സത്യം. അത്തരം കുട്ടികളെ കണ്ടെത്തി അവര് ലഹരിയുടെ കൂടുതൽ അടിമത്തത്തിലേക്ക് പെടുകയും ഇനി ഒരു ലഹരി കിട്ടാത്ത അവസ്ഥ വന്നു കഴിഞ്ഞാൽ അതിന്റെ ഒരു വിഡ്രോവൽ ഫീച്ചേഴ്സ്, അതായത് ലഹരി ഇല്ലെങ്കിൽ അവരുടെ സ്വഭാവത്തിൽ വരുന്ന വളരെയധികം വരുന്ന സ്വഭാവത്തിലും ശാരീരികമായും മാനസികവുമായി വരുന്ന ഒരുപാട് പ്രശ്നങ്ങൾ വരുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നതിന് മുമ്പ് തുടക്കത്തിലെ തന്നെ കണ്ടെത്തി അവരെ ആ ലഹരിയിൽ നിന്നും അകറ്റി നിർത്തി അവരെ ഡീടോക്സ് ചെയ്ത് അവരതിന് ശേഷം അവരെ കൃത്യമായ ഒരു റീഹാബിലിറ്റ് ചെയ്യുക, അതായത് അവർ ഇനിയും അതിലേക്ക് അകപ്പെട്ടു പോവാതിരിക്കുകയും ആ ലഹരിയുടെ ഉപയോഗത്തിന്റെ സമയത്ത് അവർക്കുണ്ടായ മാനസികവും ശാരീരികവുമായ മുറിവുകൾ ഉണങ്ങത്തക്ക രീതിയിലുള്ള ഒരു ചികിത്സാ രീതി മുമ്പോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യേണ്ടത്. അത്തരം ചികിത്സാ രീതികൾ ഇന്ന് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഒരുപാട് കുട്ടികൾ അവരുടെ പാരന്റ്സ് വഴിയും സ്കൂളുകൾ വഴിയും മറ്റ് സംഘടനകൾ വഴിയും വരുന്നുണ്ട്. എങ്കിലും ആ കുട്ടികൾ വരുമ്പോൾ നമുക്കറിയാം അവരുടെ കൂട്ടത്തിലുള്ള മറ്റ് വിദ്യാർത്ഥികളും ഇത് ഒരു ടിപ്പ് ഓഫ് ഐസ്ബർഗ് മാത്രമാണ് നമ്മൾ ഈ കാണുന്നത് എന്നുള്ളത്. അതായത് ഈ സമൂഹത്തിന്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന 100 വിദ്യാർത്ഥികൾ ഇതിന് അടിമപ്പെട്ട് കിടക്കുമ്പോൾ അതിൽ 5ഓ 6ഓ വിദ്യാർത്ഥികൾ മാത്രമാണ് ഒരു വൈദ്യസഹായമോ നിയമസഹായമോ തേടി നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നുള്ളൂ എന്നുള്ളതാണ് സത്യം. നമ്മള് ധാരാളമായ ബോധവൽക്കരണ ക്ലാസ്സുകളും നമ്മളുടെ ഗവൺമെന്റിന്റെ സ്കൂളുകളിൽ തന്നെ ഇതിനൊക്കെയുള്ള ഒരുപാട് സംവിധാനങ്ങൾ ഉണ്ടല്ലോ, കുട്ടികളുടെ കാര്യങ്ങൾ നിരീക്ഷിക്കാനും മറ്റുമൊക്കെ. അതൊന്നും ഫലപ്രദമല്ല ഇപ്പോൾ സാഹചര്യത്തിൽ എന്നുള്ളതാണോ? അതെ, ഇതിന്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഇവിടെ പറഞ്ഞിരുന്ന ഒരാൾ പറഞ്ഞ പോലെ മദ്യവും പുകവലിയും ഒന്നും അല്ല ഇപ്പോഴത്തെ കുട്ടികൾ ഉപയോഗിക്കുന്ന ലഹരികൾ. ഈ ലഹരി കണ്ടാൽ അത് ലഹരിയാണെന്ന് അധ്യാപകർക്കോ അവരുടെ പാരന്റ്സിനോ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഒന്ന്, ഇന്ന് ഈ പറയുന്ന നമ്മളുടെ ഇന്നത്തെ ഡിസ്കഷനുകളിൽ വന്നിരിക്കുന്ന കാര്യങ്ങളിൽ പറയുന്ന എല്ലാ ലഹരികളും ന്യൂ ഡ്രഗ്സ് ആണ്, കെമിക്കൽ ഡ്രഗ്സ് ആണ്, പുതിയ രാസവസ്തുക്കൾ. അതായത് LSD, MDMA, സൈലോസൈബിൻ, പില്ല്, എന്നൊക്കെ വിളിക്കുന്ന മെത്താംഫിറ്റമിൻ എന്നങ്ങനെ പല വളരെ പൊടിയായിട്ടും ചെറിയ ക്രിസ്റ്റലായിട്ടും 1/2 ഗ്രാം 1 ഗ്രാം അല്ലെങ്കിൽ LSD എന്ന് പറയുന്നത് ഒരു ചെറിയ നമ്മുടെ പോസ്റ്റൽ സ്റ്റാമ്പിന്റെ 1/4 വലിപ്പമുള്ള ചെറിയ ഒരു സ്റ്റാമ്പിന്റെ വലിപ്പമുള്ള ഒരു പേപ്പർ മാത്രമാണ്. അല്ലാതെ പണ്ടത്തെ പോലെ ഒരു ഫുള്ളിന്റെ കുപ്പിയോ ഒരു പാക്കറ്റ് സിഗരറ്റോ ഒന്നും നമ്മൾ ഈ കുട്ടികളുടെ ബാഗിൽ നിന്നോ മറ്റൊരു സ്ഥലത്തു നിന്നോ കണ്ടെത്താൻ സാധിക്കില്ല. ഇത് ഇവർക്ക് വളരെ എളുപ്പമായി ഒളിപ്പിച്ചു വെക്കാൻ പറ്റുന്നതാണ്. അത് മാത്രമല്ല, ഈ കുട്ടി ഇത് ഉപയോഗിച്ചു കഴിയുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒരു മണമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളോ ഒന്നും മനസ്സിലാവുന്നില്ല. എന്നാൽ കുട്ടിയുടെ സ്വഭാവത്തിൽ വരുന്ന ചില വ്യത്യാസങ്ങൾ, അവന്റെ ഉറക്കത്തിൽ, അവരുടെ ഭക്ഷണ രീതികളിൽ, അവരുടെ ചെറിയ കാര്യങ്ങളോടുള്ള പ്രതികരണത്തിൽ, അതായത് ദേഷ്യം കൂടുക, വാശി കൂടുക, വളരെ ഇതുവരെ ഉണ്ടായിരുന്നതിൽ നിന്നും വളരെ വ്യത്യസ്തമായി പെരുമാറുക, അല്ലെങ്കിൽ പഠനത്തിൽ വലിയ കുഴപ്പമില്ലാതെയോ അത്യാവശ്യം നന്നായോ പോയിക്കൊണ്ടിരുന്ന ഒരു വിദ്യാർത്ഥി പ്രത്യേകിച്ച് ഒരു കാരണമില്ലാതെ വളരെ പെട്ടെന്ന് പുറകോട്ട് പോവുക, ഇങ്ങനത്തെ ലക്ഷണങ്ങളെല്ലാം കാണുമ്പോൾ നമ്മൾ വെറുതെ വിളിച്ച് അവരെ നീ എന്താടാ ഇങ്ങനെ എന്ന് ചോദിച്ച് ഉപദേശിക്കുകയല്ല ചെയ്യേണ്ടത്. നമ്മുടെ മക്കളായതുകൊണ്ട് അല്ലെങ്കിൽ നമ്മളുടെ വിദ്യാർത്ഥി, നമ്മുടെ ക്ലാസ്സിലെ വിദ്യാർത്ഥി ആയതുകൊണ്ട് അങ്ങനെയൊന്നും ഉണ്ടാവില്ല, ഇതൊക്കെ വിദൂരത്ത് എവിടെയോ നടക്കുന്ന ഒരു സംഭവമാണ് ഈ കെമിക്കൽ ഡ്രഗ്സ് എന്നുള്ളൊരു ചിന്ത നമ്മളുടെ പാരന്റ്സിനോ നമ്മുടെ അധ്യാപകർക്കോ ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് തെറ്റി. നമ്മൾ മനസ്സിലാക്കണം, നമ്മളുടെ ഇടയിൽ, ഞാൻ പഠിപ്പിക്കുന്ന ക്ലാസ്സിലും എന്റെ വീട്ടിലെ എന്റെ മക്കളുടെ ഇടയിലും ഇത് വരാനുള്ള സാധ്യത വളരെ അധികമാണെന്ന് മനസ്സിലാക്കി വേണ്ട രീതിയിലുള്ള ഒരു ഒബ്സർവേഷനും
ആ ഒബ്സർവേഷനിൽ നമുക്ക് എന്തെങ്കിലും സംശയം തോന്നുകയാണെങ്കിൽ അതിനെപ്പറ്റി കൂടുതലായി അന്വേഷിക്കാനും നമുക്ക് സാധിക്കണം. ഇപ്പൊ അങ്ങനെ രോഗികൾ വരാറുണ്ടോ എന്ന് ചോദിച്ചാൽ, ഞാൻ ഈ അടുത്ത് കഴിഞ്ഞതിന്റെ മുമ്പത്തെ ആഴ്ച കണ്ട ഒരു കുട്ടി, ഒരു 9ാം ക്ലാസ്സുകാരൻ, ഏകദേശം നമ്മൾ ഈ ചർച്ചയിലൊക്കെ പറഞ്ഞ ഈ 14 വയസ്സുകാരിയുടെ അതേ പ്രായമുള്ള ഒരു 9ാം ക്ലാസ്സുകാരൻ, അവൻ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, അവൻ ഇതുപോലെ എം എന്ന് പറയുന്ന, നമ്മളുടെ ഇവിടെ MDMA എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ക്രിസ്റ്റലായിട്ട് ഏറ്റവും കൂടുതൽ ഇന്ന് കുട്ടികളുടെ ഇടയിൽ ഏറ്റവും ഭവിഷ്യത്ത് ഉണ്ടാക്കുന്ന ആ ഒരു കെമിക്കൽ അവൻ വാങ്ങുകയും അവന്റെ കൂട്ടുകാർക്ക് ചെറിയ രീതിയിൽ കൊടുക്കുകയും ചെയ്യും. അപ്പൊ അവന് ലഭിക്കുന്നത് എന്താണ്? അത് വാങ്ങിച്ച് അവന്റെ കൂട്ടുകാർക്ക് കൊടുക്കുമ്പോൾ അവന് ആ ലഹരി ഉപയോഗിക്കാനുള്ള ഒരു കമ്മീഷനായി കുറച്ച് ലഹരി അവന് കിട്ടും. അല്ലാതെ വേറെ സാമ്പത്തിക ലാഭത്തെക്കാൾ കൂടുതൽ ഇങ്ങനൊരു ലാഭമാണ് ഉണ്ടാകുന്നത്. അപ്പൊ അവനോട് ഞാൻ ചോദിക്കുകയുണ്ടായി, നിങ്ങൾ എങ്ങനെയാണ് ഈ സോഴ്സ് ആയിട്ടുള്ള ആൾക്കാർ, നിങ്ങൾ എങ്ങനെയാണ് ഇവര് കണ്ടെത്തിയത്? വളരെ സിമ്പിൾ ആയിട്ട് അവൻ പറഞ്ഞത് ഒരു മറുപടി എന്നെ ഞെട്ടിച്ചു കഴിഞ്ഞു. അതായത് അവര് വിദ്യാർത്ഥികൾ കണ്ണെഴുതും. ഈ കണ്ണെഴുതി വിദ്യാർത്ഥികൾ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം പുറത്തുള്ളവർക്ക് ഇവരെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആൺകുട്ടികൾ കണ്ണെഴുതുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. ഈ ആൺകുട്ടി കണ്ണെഴുതിയാണ് പോകുന്നതെങ്കിൽ അവൻ സ്കൂളിൽ നിന്ന് ഇറങ്ങി നടന്ന് സ്കൂളിന്റെ ഗേറ്റും പരിസരവും വൈകുന്നേരം കുറച്ച് മഫ്തിയിലുള്ള പോലീസുകാർ നിരീക്ഷിക്കുന്നത് കൊണ്ട് ചിലപ്പോൾ അവിടെ ഉണ്ടാവില്ല. കുറച്ച് പരിസരം അങ്ങോട്ട് മാറിക്കഴിയുമ്പോൾ അവനെ ഇങ്ങോട്ട് വന്ന് അപ്രോച്ച് ചെയ്യുന്നു. നമ്മളിൽ എത്ര പേർക്ക് ഇങ്ങനെ ഒരു കാര്യം അറിയാമായിരുന്നു എന്ന് എനിക്കറിയില്ല. എനിക്കതൊരു പുതിയ വിവരമായി. അപ്പോ അതെ, അപ്പൊ ഒരു കണ്ണെഴുതി വരുന്ന ഒരു വിദ്യാർത്ഥിയെ കണ്ടു കഴിഞ്ഞാൽ ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കുന്നുണ്ടോ? ഇല്ല. നമ്മൾ അങ്ങനെ കണ്ണെഴുതി നാളെ മുതൽ കണ്ണെഴുതി വരുന്ന എല്ലാവരോടും ചോദിക്കണമെന്നല്ല. ഇത്തരം ചെറിയ മാർഗങ്ങളിലൂടെ വിദ്യാർത്ഥികളെ അവരുടെ പോലീസിന് പോലും നമ്മുടെ എക്സൈസിന് പോലും അറിയാൻ വയ്യാത്ത വിവരമാണ്. കാരണം ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒക്കെ പരിശോധന, എക്സൈസിന്റെ ഒക്കെ സ്ക്വാഡുകളൊക്കെ നമ്മുടെ സ്കൂളുകളുടെ പരിസരങ്ങളിൽ ഉണ്ട് എന്നാണ് വെപ്പ്. പക്ഷെ അവർക്കൊന്നും പോലും നിതിൻ പങ്കുവച്ച വിവരങ്ങൾ പലപ്പോഴും അവർക്ക് പോലും അറിയാൻ വയ്യ. ശ്രീമതി കലയും ഇക്കാര്യം പറയുകയായിരുന്നു, ഞങ്ങൾക്കൊരു വേദി വേണം ഇതൊക്കെ പറയാൻ, ഞങ്ങൾക്ക് ബോധിപ്പിക്കാൻ ആളുകൾ വേണം, എങ്കിൽ മാത്രമേ ഇത്തരം കാര്യങ്ങളിൽ റൂട്ട് കോസ്, അതിന്റെ വേരിൽ നിന്ന് തന്നെ ഇതിനെ നശിപ്പിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. പക്ഷെ അതൊന്നും സംഭവിക്കുന്നില്ല. വളരെ പെട്ടെന്ന് ശ്രീ ജോർജ് ജോസഫിലേക്ക് വരാം, ഇടവേളയ്ക്ക് ശേഷം. നമ്മുടെ ചർച്ച തുടരുന്നു. ശ്രീ ജോർജ് ജോസഫ്, ഇവിടെ നമ്മുടെ ചർച്ചയിൽ പങ്കെടുത്ത പ്രധാനപ്പെട്ട അതിഥികൾ പറഞ്ഞ കാര്യങ്ങളിൽ ഒന്ന്, അവർക്ക് ഒരുപാട് വിവരങ്ങൾ ഒരുപക്ഷെ നമ്മുടെ പോലീസ് സംവിധാനത്തിനും എക്സൈസിനും ഒക്കെ അറിയാൻ പറ്റാത്ത വിധത്തിലുള്ള വിവരങ്ങൾ അവരുടെ പക്കലുണ്ട്. പക്ഷേ ഇതെവരെ എവിടെ പോയി ബോധ്യപ്പെടുത്തുമെന്നുള്ളതാണ്. നേരത്തെ സിനിമയുമായി ബന്ധപ്പെട്ട ലഹരിയുടെ ചർച്ച വന്നപ്പോൾ ചോദ്യം ഉയർന്നത്, ഈ ലിസ്റ്റ് അടക്കം അങ്ങോട്ട് കൊണ്ടു കൊടുക്കണോ? എന്തുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നമ്മുടെ സംവിധാനങ്ങൾക്ക് നടത്തിക്കൂടാ? അത് അവരുടെ ചുമതലയല്ലേ എന്നുള്ളതാണ്. അങ്ങനെ ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളടക്കം, എവിടെ നിന്ന് ഇത് വരുന്നതടക്കം ഇവരോടൊക്കെ പങ്കുവെക്കുന്നതാണ് കുഞ്ഞുങ്ങളും രക്ഷിതാക്കളും ഒക്കെ. പക്ഷെ ഇവർക്ക് ഇത് ആരെ ബോധ്യപ്പെടുത്തണമെന്ന് അറിയില്ല, ഇവരോട് ആരും അന്വേഷിക്കാറില്ല. അന്വേഷിക്കാൻ ചെന്നപ്പോഴുള്ള അനുഭവം പോലും ശ്രീമതി കല പറഞ്ഞു വെക്കുകയായിരുന്നു. ഞാൻ അതിലേക്ക് തന്നെ വരണമെന്നാണ് ഉദ്ദേശിച്ചത്. ഏതായാലും പറഞ്ഞത് നന്നായി. കാരണം ശ്രീമതി കല പറഞ്ഞ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ഇപ്പോൾ സർക്കാരിൻ്റെ ലെവലിലായാലും സ്കൂൾ ലെവലിലായാലും സാമൂഹ്യ സംഘടനകളാണേലും ധാരാളം പ്രിവെൻറ്റീവായ അല്ലെങ്കിൽ ബോധവൽക്കരണമായ പല പരിപാടിയും നടക്കുകയാണ്. പക്ഷേ ആ പരിപാടി കൊണ്ട് കുറേയൊക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുമെങ്കിലും ഇതുപോലെ ശ്രീമതി കല പോലെയുള്ള ആൾക്കാർക്ക് കിട്ടുന്ന വിവരങ്ങൾ, കുട്ടികളിൽ നിന്നും മറ്റവരിൽ നിന്നൊക്കെ കിട്ടുന്ന വിവരങ്ങൾ, അത് എവിടെ കൊടുക്കണമെന്നറിയില്ല. ഇവരത് കൊടുക്കാൻ പോയാൽ ഇവർക്കിട്ട് തല്ലും കിട്ടും. കാരണം പല സ്കൂളിലെ അധ്യാപകർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. കാരണം അയാളെ വളഞ്ഞിട്ട് ആക്രമിച്ചിട്ടുമുണ്ട്. കാരണം അത് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ ഡ്രഗ്സ് മാഫിയ തന്നെയാണ്. അപ്പോൾ അത് അതിശക്തമായ ലോബിയാണ്. ഇത് വളരെ വളരെ നേരത്തെ കല പറഞ്ഞ പോലെ വളരെ ഗ്രാജുവലായിട്ടുള്ള, കാരണം ഞാനൊരു 10-12 വർഷം മുമ്പ് തിരുവനന്തപുരം പറയുന്നില്ല സ്കൂളിൽ, റൂറലുള്ള ഒരു സ്കൂളിൽ പോയി. വളരെയധികം കുട്ടികളുള്ള സ്കൂളാണ്. അവിടെ ഈ 10ാം ക്ലാസ് വരെ 12ാം ക്ലാസ് വരെ ഉണ്ട്. അപ്പോൾ അവിടുത്തെ 2 കൗൺസിലേഴ്സ് എൻ്റെ അടുത്ത് പറഞ്ഞു, അവിടെ 7, 8, 9, 10 കുട്ടികൾ സെക്സ് ചെയ്യുന്നെന്ന്, ഒരു 20%. ഞാൻ അതിശയിച്ചു പോയി. അതിനൊരു പ്രതിവിധിക്ക് വേണ്ടി അവിടുത്തെ കൗൺസിലേഴ്സ് എന്നെ വിളിച്ചുകൊണ്ട് അവിടെ പോയത്, സ്കൂളിലെ കുട്ടികളോടും സംസാരിക്കണം, പിടിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം കേരളത്തിലെ മിക്കവാറും ഇമ്പോർട്ടൻ്റ് ആയ കൂടുതൽ ക്രൗഡഡ് ആയ സ്കൂളുകളിലെല്ലാം മാഫിയ രംഗപ്രവേശം ചെയ്ത് കഴിഞ്ഞു. കല പറഞ്ഞ ആ ഒബ്സർവേഷൻ കറക്റ്റാണ്. കാരണം എല്ലാ സ്കൂളുകളും, ഞാനിപ്പോൾ ഓരോ സ്കൂളും നമുക്ക് നോക്കാം. കഴിഞ്ഞ കുറേ നാളുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. കോഴിക്കോട് അഴിയൂരിലെ ഒരമ്മ അവരുടെ വീടിൻ്റെ മോളുടെ കൈ നോക്കിയപ്പം കയ്യിലെ അവിടെ ഇവിടെ ബ്ലേഡ് കൊണ്ട് വരഞ്ഞിരിക്കുന്നു. അത് ഈ ഡ്രഗ്സ് കഴിക്കുന്ന കുട്ടികൾക്ക് ഒരു എക്ടസി കിട്ടാൻ വേണ്ടി കയ്യിലൊക്കെ വരും, ആൺപിള്ളേരും പെൺകുട്ടികളൊക്കെ. അവർക്ക് സംശയമായി. അവരത് അപ്പം തന്നെയാണ് കുട്ടിയെ ശ്രദ്ധിച്ച് അത് സ്കൂളിൽ അറിയിച്ചു. ആ കുട്ടിയുടെ കൂടെയുള്ള 4 കുട്ടികളും പെൺകുട്ടികളും 5 പെൺകുട്ടികൾ ഇതിന് വിധേയമായിരുന്നു. അവർ ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പുണ്ട്, ആ ഗ്രൂപ്പിലുള്ളവരെല്ലാവരും. അപ്പോൾ അതാണ് അവിടെ പോലീസ് കേസെടുത്തു.
അതിന് നടപടിയൊക്കെ പറഞ്ഞു. പക്ഷേ നമുക്ക് വേണ്ടത് ഇങ്ങനെയുള്ള വിവരങ്ങൾ ആരോട് പറയും? അത് SIയും അല്ലെങ്കിൽ CI ഒക്കെയുള്ള പോലീസ് സ്റ്റേഷനിലൊക്കെ ഭയങ്കര തിരക്കാണ്. അവരൊന്നും അന്ന് പറഞ്ഞിട്ട് കേട്ടിട്ട് അങ്ങ് പോകും, ഒരു നടപടിയില്ല. നമുക്കിത് ഉത്തരവാദിത്തപ്പെട്ട ഒരു സബ് ഡിവിഷണൽ ഓഫീസറിലേക്ക് മാറ്റണം. ഒരു DYSP ആകുമ്പം അങ്ങനെ SI CI ആയിട്ട് കുറെ കോമ്പിറ്റന്റ് ആണ്, കുറെ ഏജ് കഴിഞ്ഞ ആളാണ്. സ്കൂളുകളിൽ പല സ്കൂളിലും എനിക്കറിയാം നല്ലതായിട്ട് മദ്യപിക്കുന്ന അധ്യാപകരുണ്ട്, 1-2 പേരെ ഉണ്ടാവുള്ളൂ. ഡ്രഗ്സ് അടിക്കുന്ന അധ്യാപകരുണ്ട്. അതറിയാവുന്ന കുട്ടികൾ, ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ട്. അപ്പം എല്ലാ ലെവലിലും, സ്കൂളിലെ ലെവലിലും കുട്ടികളിൽ മാത്രമല്ല ഡിറ്റീരിയേഷൻ വന്നിരിക്കുന്നത് എല്ലാ ലെവലിലും വന്നിട്ടുണ്ട്. ഇപ്പം തന്നെ ഈ പാളയം ക്വാർട്ടേഴ്സിനകത്ത് അവിടെ വന്ന് ആ കുട്ടിയെ സെക്സ് ചെയ്യുകയോ അല്ലെങ്കിൽ അൺനാച്ചുറലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അത് ആ ക്യാമ്പസിൽ തന്നെയാണോ, അത് സ്കൂളിൽ നിന്നാണോ, അത് കുട്ടി വെളിയിലൂടെയെങ്കിലും പോകുമോ? കാരണം പോലീസ് ഉദ്യോഗസ്ഥൻ്റെ മകളായതുകൊണ്ടൊക്കെ മിക്കവാറും കുറച്ചൊക്കെ ഡിസിപ്ലിൻ ഉണ്ടാവും, എന്നിട്ടും പറ്റിയിരിക്കുന്നു. അപ്പോൾ അത് വളരെ ഡേഞ്ചറസ് ആയ ഒരു കാര്യമാണ്. കാരണം വ്യാപകമായി പല രീതികളിലും പല മാർഗത്തിൽ കൂടെ ഡ്രഗ്സ് സ്കൂളിലും കോളേജുകളിലും വിറ്റുകൊണ്ടിരിക്കുകയാണ്. കോളേജിൽ കുറച്ചൊരു വ്യത്യാസമുണ്ട്, പക്ഷേ ഈ കൊച്ചു കുട്ടികളെ പിടിക്കുകയാണ്. തിരുവനന്തപുരത്ത് ഞാൻ പേര് പറയുന്നില്ല, ഒരു സ്കൂളിലെ 8-9 മൈനർ കുട്ടികൾ പ്രസവിച്ചിട്ടുണ്ട്. കാരണം അത് ഡ്രഗ്സിന് അടിമയാണ്. ഇവിടെ ഈ കുട്ടി പ്രതിരോധിച്ചോ എന്തോന്ന് എനിക്കറിയില്ല. അതിന് 376ഉം 377 ഓഫൻസ് അത് അതിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടിട്ടുണ്ട്. അപ്പം നമ്മൾ വിചാരിച്ചിരിക്കുന്നത്, അത് നേരത്തെ ശ്രീമതി കല പറയുകയും ചതുക്ക് മേലെ എന്ന് പറഞ്ഞപ്പോൾ കാര്യം മനസ്സിലായി. അപ്പം ഇത് വ്യാപകമായി സമൂഹത്തിൽ പടർന്നു പിടിച്ചു കഴിഞ്ഞു. അതിന് ഇനി ഒരു മാർഗം നമ്മൾ കാരണം കണ്ടുപിടിച്ചിട്ട് കാര്യമൊന്നുമില്ല, അത് തടയാനുള്ള അല്ല. ഈ കിട്ടിയ വിവരങ്ങൾ അതിനകത്ത് കൃത്യമായിട്ട് ഇനി കുറേ കേസുകൾ കേരളത്തിലുണ്ട്. അത് ഉത്തരവാദിത്തപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ അതിൻ്റെ അന്വേഷണം ടേക്ക് ഓവർ ചെയ്യണം, അതിൻ്റെ റൂട്ട് നോക്കണം. ആ സ്കൂളിലേക്ക് ഈ കൊച്ചിനെ കൊണ്ടുവന്ന് വഴിപിടിപ്പിച്ചത് ആര്? ആ സ്കൂളിൻ്റെ പരിസരത്തുള്ളവരാണോ? അപ്പം ഇതിനകത്തൊരു ഈ കോഴിക്കോട്ടെ അവരുടെ സീനിയർ വിദ്യാർത്ഥികളാണ് ഈ 5 പെൺകുട്ടികളെയും ഇതിനകത്ത് വഴിപിഴപ്പിച്ചത്. തിരുവനന്തപുരത്ത് സമാനമായ പല സ്കൂളിലും ഞാൻ അത് കണ്ടിട്ടുണ്ട്, അത് വെളിയിലോട്ട് വന്നിട്ടുണ്ട്. പക്ഷെ വെളിയിൽ അത് പറയാൻ എല്ലാവരും മടിക്കും, കാരണം അക്രമം ഭയന്നിട്ടാണ്. അതുപോലെ PTIക്ക് ഒരു ഉത്തരവാദിത്വമുണ്ട്. പല PTI ആൾക്കാരും വളരെ അത്ര ഉത്തരവാദിത്തത്തോടെ ആ കാര്യങ്ങൾ ചെയ്യുന്നു. തീർച്ചയായും ശ്രീമതി കല, ഇവിടെ പങ്കുവച്ച കാര്യങ്ങൾ ഞെട്ടിപ്പിക്കുന്നതാണ്. ഈ താങ്കളെ സമീപിക്കുന്ന രക്ഷിതാക്കളായാലും ഈ കുട്ടികളായാലും ഒക്കെ ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് പുറത്തേക്ക് വരണം എന്നുള്ള ആഗ്രഹത്തോടെ ആയിരിക്കുമല്ലോ, അല്ലെങ്കിൽ കാര്യങ്ങൾ തുറന്നു പറയുന്ന ഇവരിൽ പലർക്കും അങ്ങനെ ആഗ്രഹം ഉണ്ടാകുന്നവരാണല്ലോ. അതിന് സാധിക്കാറുണ്ടോ? ഈ താങ്കളെ ഇതിന്റെ ഇനിഷ്യൽ സ്റ്റേജിൽ ഈ വിഷയങ്ങൾ മനസ്സിലാക്കാതെ പോവുകയും ഇത് വല്ലാത്ത തരത്തിൽ ഒരു നീരാളിപ്പിടുത്തലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്യുമ്പോൾ ഇവരുടെ കരാളഹസ്തങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റാത്ത ഒരു വിധത്തിൽ എത്തുന്ന ആളുകളാണോ ഭൂരിഭാഗവും, കുട്ടികളാണോ ഭൂരിഭാഗവും? ഇതിനകത്തില് എനിക്ക് പറയാൻ നേരത്തെ നമ്മുടെ ഡോക്ടർ സൈക്കാട്രിസ്റ്റ് പറഞ്ഞ പോലെ കണ്ണെഴുതുന്ന കുട്ടികളുടെ കാര്യം പറഞ്ഞില്ലേ, 8 വർഷത്തിന് മുൻപ് കൊല്ലം ജില്ലയില് ഏറ്റവും കൂടുതൽ പീഡനവും ഗുണ്ടായുസവും രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രദേശത്ത് 1.5 മാസം ഞാൻ വർക്ക് ചെയ്തിരുന്നു. 1.5 മാസം. ആ 1.5 മാസം എന്ന് പറയുന്നത് വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള കുറെ ഇൻസിഡൻസിന് സാക്ഷ്യം വഹിച്ച ഒരു നാളുകളായിരുന്നു. അപ്പോ അന്ന് അവിടെ കണ്ണെഴുതുന്ന കുട്ടികൾ ഒരുപാട് പേരുണ്ടായിരുന്നു. അവർക്കെതിരെ ആരും ഒന്നും പറയത്തില്ല. അത് ഒരു പ്രദേശത്തെ കുട്ടികൾ എന്ന് നമുക്ക് പറയാമായിരുന്നു. കാരണം കണ്ണെഴുതുന്നത് ആ പ്രദേശത്തെ കുട്ടികൾ മാത്രമാണ്. അവരാണ് ഇത്തരം പ്രവൃത്തികൾ ഏർപ്പെടുത്തുന്നത്. അങ്ങനെ ഒരു കുറച്ച് മേഖലയെ കേന്ദ്രീകരിച്ചായിരുന്നു. പക്ഷേ ഇപ്പൊ അങ്ങനല്ല. ഇപ്പൊ നേരത്തെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ പേരൻസ് വളർത്തുന്നതിന്റെ കുഴപ്പം ഇങ്ങനൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം കുട്ടികളുടെ പ്യൂബർട്ടി ഏജ് തൊട്ട് അവരിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നു. അന്നേരം അവർ ഇന്ററാക്ട് ചെയ്യുന്നത് ആരുമായിട്ടാണ്? പിയർ ഗ്രൂപ്പ്സുമായിട്ടാണ്. പല സാഹചര്യത്തിൽ വരുന്ന കുട്ടികളാണ്. അപ്പോ അത് മാത്രമല്ല, ഇപ്പൊ ഗ്രൂപ്പ്സ്, നമുക്ക് മ്യൂസിക് ഗ്രൂപ്പ്സ് ഉണ്ട്, വാട്സപ്പിൽ ഒരുപാട് ഗ്രൂപ്പ്സ് ഉണ്ട്. ഇതിനും ഗ്രൂപ്പ്സ് ഉണ്ട്. കുട്ടികളുടെ ഫോൺ ലോക്ക്ഡ് ആണ്. കുട്ടികളുടെ ഫോൺ അൺലോക്ക് ചെയ്യാൻ പാരന്റ്സിന് കഴിയണം. കുട്ടികളുടെ ഫോൺ ലോക്ക് ചെയ്യാതിരിക്കാനുള്ള ഒരു സ്റ്റാൻഡ് പാരന്റ്സ് എടുക്കണം. അത് ഫസ്റ്റ് തിങ് ആണ്. കാരണം ഇതിനും ശ്രീമതി കല, അതായത് അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. ഈ വാട്സ്ആപ്പ് വ്യാപകമാണ്, ഓപ്പൺ ആണ്. കുറച്ചൊരു പ്രദേശം, അതെ
വേഴ്സ്റ്റായി. അതായത് ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു 8 വർഷം മുമ്പ് കുറച്ച് പ്രദേശത്ത് മാത്രം കണ്ടുവരുന്ന ഒരു കണ്ണെഴുന്ന കുട്ടികളും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ പറഞ്ഞാൽ ഇപ്പം വ്യാപകമാണ്. അങ്ങനെ ഒരു പ്രദേശമെന്നോ ഒരു ജില്ലയെന്നോ ഒരു സ്കൂളെന്നോ ഒരു കോളേജ് അങ്ങനെ ഒന്നും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മുടെ സ്കൂളിനെ ബാധിക്കും, നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനം അങ്ങനെ ചിന്തിക്കരുത്. നിങ്ങളുടെ സ്കൂളോ നിങ്ങളുടെ ഇതൊന്നും അല്ല പ്രശ്നം, ഇത് സമൂഹത്തിൽ പുറത്ത് നടക്കുന്ന പ്രശ്നമാണ്. നിങ്ങൾ ഇരയാക്കപ്പെടുകയാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തന്റെ അടുത്തോടെ മുന്നോട്ട് വരണം, നട്ടലോടുകൂടി മുന്നോട്ട് വരണം. ഇതിനെതിരെ ഇത് വരുമ്പോ ഈ കുട്ടി മരണപ്പെട്ടുകൊണ്ടല്ലേ ഈ വാർത്ത പുറത്തു വന്നത്, അല്ലെങ്കിൽ പുറത്തു വരുമോ, എന്തെങ്കിലും പറ്റിയാൽ പുറത്തു വരുമോ? ആരും പുറത്ത് കൊണ്ടുവരത്തില്ല. അപ്പോ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങള് ഇപ്പൊ അതായത് നമ്മുടെ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സ്കൂളുകളിൽ പലയിടങ്ങളിലും ഇത്തരം കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. അവർക്ക് പേരുദോഷം, സ്കൂളുകൾക്ക് പേരുദോഷം ഉണ്ടാകുമെന്നതുകൊണ്ട് പലതും പുറത്തുവിടുന്നില്ല. അതിന്റെ ഫലമായി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നു. ഈ മാഫിയകൾക്ക് വല്ലാതെ വിലസാനുള്ള ഊർജവും ലഭിക്കുന്നു. സ്കൂൾസിനല്ല അതായത് ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഫസ്റ്റ് ഇയർ ഇപ്പൊ ഒരു പ്രൊഫഷണൽ കോളേജിന്റെ കാര്യം തന്നെ എടുത്താൽ, ഫസ്റ്റ് ഇയർ അവിടെ വന്ന് ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് പെട്ടെന്ന് സിലബസ് കൈകാര്യം ചെയ്യുന്ന ഒരു പാടായിരിക്കും. പല ജില്ലയിൽ നിന്ന് വരുന്ന കുട്ടികളായിരിക്കും ഓരോ പ്രൊഫഷണൽ കോളേജസിലുള്ളത്. അപ്പൊ സീനിയേഴ്സ് അവരെ അതിനകത്തിലോട്ട് കൊണ്ടുവരുന്നത് ഇങ്ങനെ ആയിരിക്കും, ഇത് കോൺസെൻട്രേഷൻ ഇംപ്രൂവ് ചെയ്യാനും നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാനും ഒക്കെ ആയിട്ട് ഞങ്ങളൊരു മരുന്ന് തരാം. ഈ ടൈപ്പ് ഇങ്ങനെ കൊണ്ടുവരുന്ന ഒരു ലൈനുണ്ട്. അപ്പം ഈ കുട്ടികൾ അതിൽ പെട്ട് കഴിയുമ്പോഴത്തേക്കും ഇവർക്ക് പെട്ടെന്നൊരു പ്രതികരണ ശേഷി വന്ന പോലെ അവർക്ക് സ്വയം തോന്നുകയാണ്. പണ്ട് കിറങ്ങിയിരിക്കുന്ന കുട്ടികളെ കണ്ടാൽ നമുക്കറിയാം, ഓക്കെ അവര് ഡ്രഗ് അഡിക്റ്റ് ആണ്. ഇപ്പൊ കിറങ്ങിയിരിക്കുന്ന ഒരു കുട്ടിയും ക്ലാസ് മുറിയിൽ ഇല്ല. കിറങ്ങിയിരിക്കല, അവര് ഹൈപ്പർ ആക്റ്റീവ് ആണ്. അധ്യാപകർ എന്തെങ്കിലും പറയുകയാണെങ്കിൽ തിരിച്ചടിക്കും. പണ്ട് അങ്ങനെ ചെയ്യോ? ഇല്ല. അപ്പൊ ആ ചേഞ്ചസ് ഉണ്ട്. അതിന് നിരന്തരമായ ചർച്ചകൾ വേണം. സിലബസ് കൂട്ടിക്കൊണ്ട് പോയിട്ട് ഒരു കാര്യമില്ല. ബുദ്ധിശക്തി മരവിച്ചു പോവും. ഇതെല്ലാം കൂടെ കഴിച്ച് ബുദ്ധിശക്തി മരവിച്ചു പോവും. വർഷങ്ങൾക്ക് മുമ്പ് ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുള്ള ഒരു മകൻ സ്വന്തം അമ്മയെ അബ്യൂസ് ചെയ്യാൻ ശ്രമിച്ചതിന് അമ്മ മകന്റെ കഴുത്തെടുത്ത് കൊന്നു. ആ അമ്മയെ ആദ്യം ഇന്റർവ്യൂ ചെയ്യാൻ ഞാനാണ് പോയത് അന്ന്. അപ്പൊ അവരും അത് വർഷങ്ങൾക്ക് മുമ്പ് 2013 അന്നും കണ്ണെഴുതി വരുന്ന ആൺകുട്ടികൾ ഉണ്ടായിരുന്ന സമൂഹമാണ്. ഇപ്പൊ അത് വ്യാപിച്ചു. ഇപ്പൊ കണ്ണെഴുതി വരുന്ന ആൺകുട്ടികൾ എന്നുള്ളതല്ല, ആണും പെണ്ണും ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന ആൺകുട്ടിയും പെൺകുട്ടിയും. അതിന് അതൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിനെ ഒന്നും എടുത്ത് കുറ്റം പറയാൻ പറ്റത്തില്ല. ഇതൊരു സമൂഹത്തിന്റെ പ്രശ്നമാണ്. നമ്മൾ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളിലോട്ടാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതെല്ലാം മാറ്റിയിട്ട് ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും കൂടെ പ്രേമിച്ച വലിയ കുറ്റമാണല്ലോ, അതിനെ പിടിച്ച് പുറത്താക്കും. എന്തുകൊണ്ട് ഇങ്ങനെ ഡ്രഗ് അഡിക്റ്റ് ആയിട്ട് ഒരു കുട്ടി ഉണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ട് പ്രതികരിക്കാൻ പറ്റുന്നില്ല? തീർച്ചയായും ഡോക്ടർ നിതിൻ, ഇവിടെ ഒരുപാട് കാരണങ്ങളുണ്ട്. അതായത് ഈ സോഷ്യൽ മീഡിയയുടെ വലിയ വ്യാപനം, കുട്ടികൾ കുറച്ചൊരു ഓപ്പൺ ആണ്, അവർക്ക് ആരുമായും പെട്ടെന്ന് സംവദിക്കാനുള്ള സാധ്യതകൾ ഒരുങ്ങുന്നു. നേരത്തെ കല പറഞ്ഞതുപോലെ ഈ മാതാപിതാക്കളിൽ നിന്ന് ഹൈഡ് ചെയ്തു വെക്കുന്ന ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നു, മൊബൈൽ ഫോൺ ഉപയോഗം അടക്കം. ഒപ്പം ഈ സ്കൂളുകളുടെ ഒരു മനോഭാവമുണ്ട്, ഞങ്ങളുടെ സ്കൂളിൽ ഇങ്ങനെ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്ത് പുറത്തു പോയാൽ അത് സ്കൂളുകൾക്ക് ഉണ്ടാക്കുന്ന പേരുദോഷം എത്രത്തോളം വലുതാകുമെന്നുള്ളത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇത്തരം മാഫിയകൾക്ക് വളമാവുകയാണ്. അതെ. ഇതില് മൊബൈൽ ഫോണിന്റെ ഉപയോഗത്തെ പറ്റി പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞതുകൊണ്ട് ഞാൻ പറയാം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കൗമാരപ്രായം എന്ന് പറയുന്നത് പുതിയ പുതിയ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഏറ്റവും എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള പ്രായമാണ്. അതുപോലെ തന്നെ ചെയ്യരുത് എന്ന് പറയുന്ന കാര്യം ചെയ്യുമ്പോൾ കൂടുതൽ ആനന്ദം കണ്ടെത്തുന്ന ഒരു പ്രായം കൂടിയാണ് ഈ കൗമാരപ്രായം എന്നുള്ളത്. കാരണം അവര് കുട്ടിയല്ല, അവര് വളർന്ന് ഒരു പുരുഷനോ സ്ത്രീയോ ആയി എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു പ്രായമാണ്. അപ്പോ എങ്കിലും നമ്മുടെ ലോകാരോഗ്യ സംഘടനയുടെയും മറ്റു പഠനങ്ങളും അനുസരിച്ചിട്ട് നമ്മുടെ ഒരു 13 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള ഒരു കുട്ടി ഒരു ദിവസം മൊബൈൽ മാക്സിമം ഉപയോഗിക്കേണ്ടത് 1.5 മണിക്കൂർ ദൈർഘ്യമാണ്. സ്ക്രീൻ ടൈം എന്ന് പറയുന്നത്, മൊബൈലോ ടാബോ എന്തും ആയിക്കോട്ടെ, സ്ക്രീൻ ടൈം 1.5 മണിക്കൂറാണ് അനുവദിക്കുന്നത്. അതാണ് അവന്റെ ബുദ്ധി വളർച്ചയ്ക്കും അവന്റെ പഠനത്തിനും ബാക്കി അവന്റെ സ്വഭാവ ക്രമീകരണത്തിനും എല്ലാം ഏറ്റവും നല്ലത്. 1.5 മണിക്കൂർ ഉപയോഗിച്ചിരിക്കണം എന്നല്ല, മാക്സിമം 1.5 മണിക്കൂറേ പാടുള്ളൂ എന്നാണ്. അത് മാത്രമല്ല, എന്തുപയോഗിക്കണം എന്ന് അവന് തീരുമാനിക്കാം. എന്നാൽ അവന്റെ മാതാപിതാക്കളുടെയോ അല്ലെങ്കിൽ ഗാർഡിയൻ ആയിട്ടുള്ള ആൾ ആരാണോ അയാളുടെയോ ഒരു മേൽനോട്ടം അതിലുണ്ടായിരിക്കണം എന്നാണ് നിഷ്കർഷിക്കപ്പെടുന്നത്. അതായത് അവൻ ഇന്ന സിനിമ കണ്ടിരിക്കണം, ഈ സീരിയലേ കാണാവുള്ളൂ, അല്ലെങ്കിൽ ഈ ഗെയിമേ കളിച്ചിരിക്കുള്ളൂ എന്ന് പറയരുത്. പക്ഷെ അവൻ കാണുകയോ ചെയ്യുകയോ ചെയ്യുന്നത് അവന്റെ പ്രായത്തിനും
നമ്മുടെ സമൂഹത്തിനും ഉതകുന്ന ഒരു കാര്യമാണോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് എന്നുള്ളത്. പിന്നെ ഇവിടെയാണ് നമുക്ക് പറ്റുന്ന ഒരു പരാജയം. അതൊരു ജനറേഷൻ ഗ്യാപ്പ് ഉള്ളത് കൊണ്ട് നമ്മളുടെ പ്രായമുള്ളവർക്കും മാതാപിതാക്കൾക്കും പല കുട്ടികളും ഇതിലറിയാം, മാതാപിതാക്കൾ പുറത്തോ വേറെ എവിടെയെങ്കിലോ അല്ലെ ജോലി സ്ഥലത്തോ ഒക്കെ ആയിരിക്കും. അപ്പോൾ ഗ്രാൻഡ് പാരന്റ്സിന്റെ കൂടെ ആയിരിക്കും വളരുന്നത്. ഈവൺ ഈ മാതാപിതാക്കളുടെ കൂടെ ആണെങ്കിൽ പോലും നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോഴത്തെ ഒരു കൗമാരക്കാരനായ ഒരു കുട്ടിയുടെ കയ്യിലിരിക്കുന്ന ഒരു ടാബോ സ്മാർട്ട് ഫോണോ യൂസ് ചെയ്യുന്നു, അവൻ അതിൽ ആപ്പുകൾ ഹൈഡ് ചെയ്യുന്നു, അവൻ അതിൽ എല്ലാം ചെയ്യാൻ അറിയാം, അതിൽ എല്ലാ ടെക്നോളജിയും അവനറിയാം. നമ്മളെ പറ്റിക്കാൻ വളരെ എളുപ്പമാണ്. നമ്മൾ ആ ടെക്നോളജിക്കലി അവരുടെ അത്രയും ആക്ച്വലി നമ്മൾ എത്തിയിട്ടില്ല. അതുകൊണ്ട് നമുക്കത് കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല. നമ്മൾ മാക്സിമം നോക്കുന്നത് ഒരു കോൾ ലിസ്റ്റ് അല്ലെങ്കിൽ വാട്സാപ്പിൽ ഒരു ചാറ്റ്, അങ്ങനെയല്ല. അത് ഒരുപാട് ആപ്പുകളുണ്ട്. എന്റെ ഒരു അനുഭവത്തിൽ നിന്ന് ഇത്തരം കാര്യങ്ങളെല്ലാം ഏറ്റവും കൂടുതൽ ചാറ്റ് ചെയ്യപ്പെടുന്നത് ടെലിഗ്രാം എന്ന് പറയുന്ന ഒരു ആപ്പിലൂടെയാണ്. അത് ആരും തിരിഞ്ഞു നോക്കാറില്ല. അതിൽ ഫോൺ നമ്പർ എന്തോ കൊടുക്കണ്ട, അങ്ങനെ കുറച്ച് സവിശേഷതകൾ അതിനുണ്ട് എന്നുള്ളത് കൊണ്ട് നമ്മൾ ഈ സ്ഥിരം കാണുന്നത് പോലെ വാട്സാപ്പിലോ ഫേസ്ബുക്കിലോ ഫോൺ കോളിലോ ഒന്നും അല്ല, വേറെ ഒരുപാട് ആപ്പുകളും മറ്റും വഴിയാണ് ഇന്ന് ഇത്തരം കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോ ഇങ്ങനെ ഇരിക്കുന്ന ഒരു കുട്ടിയെ നമ്മൾ സംസാരിച്ച് അവനോട് ചോദിച്ച്, അല്ലെങ്കിൽ അവന് ഏറ്റവും വലിയ പേടി എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് അതിനടിമപ്പെട്ട് പോയി കഴിഞ്ഞാൽ ഈവൻ രക്ഷപ്പെടണം എന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും അത് അധ്യാപകരോട് സംസാരിക്കാനോ മാതാപിതാക്കളോട് സംസാരിക്കാനോ ഉള്ള ഒരു പേടിയാണ്. അവിടെ നിന്നുണ്ടാവുന്ന പ്രതികരണം എങ്ങനെയായിരിക്കും, തന്നെ കുറ്റക്കാരനായി കാണുമോ, തന്നെ ഒറ്റപ്പെടുത്തുമോ എന്നുള്ളൊരു പേടിയൊക്കെയാണ് അവർ. ഈ അവസരത്തിലാണ് നമുക്കും അധ്യാപകർക്കും മാതാപിതാക്കൾക്കും എല്ലാം കുട്ടികളോട് കുറച്ചുകൂടെ ഒരു ഓപ്പൺ മൈൻഡ്നെസ് വേണം. അതായത് നിനക്കൊരു തെറ്റ് പറ്റിയെങ്കിൽ ആ തെറ്റ് നീ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ ഞാൻ വഴക്ക് പറയുകയല്ല, കൂടുതൽ ശരിയിലേക്ക് നയിക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളൊരു ബോധ്യം അവർക്കുണ്ടെങ്കിൽ മാത്രമേ അവർ നമ്മളോട് വന്ന് പറയുള്ളൂ. ആ കാര്യങ്ങളിൽ നമ്മളും കുറച്ച് മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ശരി, ശ്രീ ജോർജ് ജോസഫ്, അങ്ങനെ നമുക്ക് ഈ മാറ്റങ്ങൾ ഒരുപാട് കാര്യങ്ങളിൽ വരേണ്ടതുണ്ട്. ജാഗ്രതകൾ ഒരുപാട് സ്ഥലങ്ങളിൽ കൂട്ടേണ്ടതുണ്ട്. സ്കൂൾ അധികാരികളും രക്ഷിതാക്കളും ഒക്കെ ഈ വിഷയത്തിൽ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒപ്പം നമ്മുടെ അധികാരികളും നമ്മുടെ പോലീസും നമ്മുടെ സംവിധാനങ്ങളും ഒക്കെ ഉണർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട്. പക്ഷെ അതൊന്നും ഇനിയെങ്കിലും അത്തരം കാര്യങ്ങളിൽ നമ്മൾ ഇത്തരം ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കാൻ അത്തരം ഇടപെടലുകൾ ആവശ്യമാണ്. തീർച്ചയായിട്ടും നമ്മളിപ്പം കുട്ടികളെ കുറ്റം പറയണ്ട. ഈ കുട്ടികളുടെ പേരൻസ് ആ തലമുറയും ഇതുപോലെ വളർന്നു വന്ന ഒരു തലമുറയാണ്. കഴിഞ്ഞ 10-22 വർഷമായിട്ട് നമ്മളിത് കാണുകയാണ്. കാരണം വളരെയധികം മാറ്റം. നേരത്തെ കളി അത് പറഞ്ഞിരുന്നു. കാരണം ഇതൊരു എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പതുക്കെ ഈ സെഡേഷനിലോട്ടോ അല്ലെങ്കിൽ ഡ്രഗ്സ് ഉപയോഗിക്കുന്നതിലോട്ടൊക്കെ സമൂഹം മാറിക്കഴിഞ്ഞു. അവരുടെ കുട്ടികളാണ് ഇപ്പം വരുന്നത്. അപ്പം ഇത് രണ്ടാമത്തെ തലമുറ അല്ലെങ്കിൽ മൂന്നാമത്തെ തലമുറ ഈ ഡ്രഗ്സ് ഉപയോഗിക്കുന്നു. അവർക്കൊന്നും ജീവിതത്തെ പറ്റിയോ അല്ലെങ്കിൽ ജീവിതത്തിലെ അടിസ്ഥാന മൂല്യങ്ങളെ പറ്റിയോ ഒന്നും ഒരു വിചാരമില്ലാത്ത പേരൻസ് ആണ് ഭൂരിപക്ഷം. അതുകൊണ്ട് ഇതൊന്നും നടക്കത്തില്ല. കൃത്യമായിട്ട് ഈ സോഴ്സ് കട്ട് ചെയ്യാനേ പറ്റുള്ളൂ. അതിങ്ങനെ കണ്ടെങ്കിൽ കുട്ടികളുടെ കേസ് ഇപ്പോഴത്തെ ഇതൊരു ടിപ്പിക്കൽ കേസായിട്ട് തന്നെ സിലബസ് കേസായിട്ട് പോലീസ് എടുക്കണം. കാരണം ഇതിനകത്ത് എന്ത് സംഭവിച്ചു, ഇതിനകത്ത് ആ കുട്ടി ഡ്രഗ്സ് ഉപയോഗിക്കുന്നെന്ന് ക്ലിയറായി, ആ കുട്ടിയെ അബ്യൂസ് ചെയ്തെന്നും റേപ്പ് ചെയ്തെന്ന് ക്ലിയറായി, ആരാണ് റേപ്പ് ചെയ്ത്, അതിനെ അൺനാച്ചുറൽ ഒഫൻസിന് വിധേയമാക്കിയെന്ന് ക്ലിയറായി. 376 എല്ലാം വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഡീപ്പായിട്ട് അന്വേഷിച്ചിട്ട് ഒരു സിലബസ് കേസ് പോലെ ഇതിനകത്ത് ആരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട്, ഈ ഡ്രഗ്സ് എവിടുന്ന് വന്നു, അത് റൂട്ടിലെ ബാക്കിലോട്ട് പോയി അവരെ ഒന്ന് ശിക്ഷിപ്പിച്ച് കാണിച്ചു കൊടുക്കുക. കാരണം ഇത് എല്ലാവർക്കും ഒരു പാഠമാകണം. കാരണം ഇത് ഇപ്പം അങ്ങ് മറക്കും നമ്മൾ. ഇതിന്റെ പുറകെ പോയി ഇതിനൊരു പരിഹാരം ഉണ്ടാക്കത്തക്ക രീതിയിൽ റിസൾട്ട് പെട്ടെന്ന് വരുത്താൻ ക്രൈംബ്രാഞ്ച് ശ്രദ്ധിക്കണം ഈ കേസിനകത്തെങ്കിലും. ശരി, ശ്രീമതി കല, ഏതായാലും ഇതിനൊരു പരിഹാരം ഈ സംഭവങ്ങൾക്ക് വേണമല്ലോ. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഇടപെടൽ ഈ വിഷയങ്ങളിൽ സംഭവിക്കണമല്ലോ. അതിനുള്ള പെട്ടെന്ന് നമുക്കൊന്ന് പറഞ്ഞു വെച്ചാൽ അത് എങ്ങനെയാകണമെന്നാണ് താങ്കളുടെ ഒരു വിലയിരുത്തൽ? ഈ ഒരു ഒഴുക്ക് തടയാനായിട്ട് പെട്ടെന്ന് പറ്റത്തില്ല എന്ന് തന്നെ വീണ്ടും പറയുന്നത്. വേറൊന്നും കൊണ്ടല്ല, നമ്മൾ ഇതിന്റെ പറയെ പോയാല് ഇവിടെ ഒന്നും നിൽക്കത്തില്ല. കേരളത്തിലും ഇന്ത്യയിലൊന്നും നിൽക്കത്തില്ല. അതിന്റെ ശൃംഖല എവിടെ നിന്നും നമ്മൾ പിടിച്ചു നിർത്തും. അതുകൊണ്ട് നമ്മുടെ കുട്ടികളെ നമുക്ക് മാറ്റിയെടുക്കാൻ അവർക്ക് ഫ്രണ്ട്ലി ആയിട്ട് അവർക്ക് ഇടപെടാൻ ഒരു അവസരം പാരന്റ്സും അധ്യാപകരും സമൂഹത്തിലുള്ള ബാക്കി സംഘടനകളും എല്ലാം മുന്നോട്ട് വരണം. ഈ പഠിക്കാനുള്ള സിലബസ് കൂട്ടി വെക്കുന്നു. ആണും പെണ്ണും ഒരുമിച്ചിരുന്ന പ്രശ്നം, ആണും പെണ്ണും പ്രേമിച്ച പ്രശ്നം, അതൊക്കെ അവിടെ നിന്നിട്ട് ഇതാണ് ഏറ്റവും മുഖ്യമായ പ്രശ്നം. കാരണം ഇവിടെ ഇനിയും കൊലപാതകങ്ങളും അങ്ങനെയുള്ള അമ്മയും അച്ഛനെ വെട്ടിക്കൊല്ലും, അങ്ങോട്ടും ഇങ്ങോട്ടും, ഇതെല്ലാം ഇതിന്റെയൊക്കെ പിന്നിൽ ഡ്രഗ്സ് ആണ്. അത് കഞ്ചാവും അല്ലെങ്കിൽ മദ്യവും ഒന്നും അല്ല. ഇത് ഇവിടെ നമുക്ക് പിടിക്കാൻ പറ്റത്തില്ല. ഉടനെ ഒന്നും പിടിക്കാൻ പറ്റത്തില്ല. ഞങ്ങൾക്കൊക്കെ കിട്ടുന്നുണ്ട്. ഇത് എവിടുന്ന് വരുന്നു, ഏത് സമയത്ത് കിട്ടുന്നു. ഇത് 300 രൂപയ്ക്ക് മേലെ ക്യാമ്പസുകളിൽ സ്കൂളിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. കൊച്ചുകുട്ടികൾ പറഞ്ഞതാണ്, വെറും കൊച്ചുകുട്ടികൾ.
കൊണ്ട് കൊടുത്താൽ അവർക്ക് അതിനുള്ള പൈസ കിട്ടും. ശരി, അവർക്ക് കൊച്ചു കുട്ടികളാകുമ്പോഴത്തേക്ക് അവർക്ക് കിട്ടുന്നതെന്ന് വെച്ചാൽ വളരെ എന്താ പറയാ ചെറിയ ചെറിയ സമ്മാനങ്ങൾ, അവരതിൽ ഓക്കെയാണ്. ആണും പെണ്ണും ഫാമിലി പാക്ക് ഒക്കെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റ് കൊടുക്കുന്നത്. അപ്പൊ ഇത് ഇവിടെ നിന്നും കൊണ്ട് ഇതിനെ പിടിക്കാൻ പറ്റത്തില്ല. ഏതായാലും ഈ സംഭവങ്ങൾക്ക് ഒരു അറുതി വേണം. കാരണം നമ്മൾ ഈ ഞെട്ടിപ്പിക്കുന്ന വാർത്തകളായി കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ മാത്രം ഒരു ബോധവൽക്കരണം അല്ലെങ്കിൽ ഇടപെടലല്ല ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ട. നമ്മുടെ കുഞ്ഞുങ്ങൾ വല്ലാത്ത അപകടത്തിലാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ അപകടത്തിലാക്കാൻ ഒരുപാട് പേർ ചുറ്റുമുണ്ട്. കഴുകൻ കണ്ണുകളുമായി നമ്മുടെ കുട്ടികൾക്ക് ചുറ്റും ഒരുപാട് ആളുകൾ ഒളിഞ്ഞിരിക്കുന്നു. അവരെയൊക്കെ നമുക്ക് ആ തരത്തിൽ മുന്നിൽ കൊണ്ടുവരണം. അവരെ അത്തരം സംഭവങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കണം. നമ്മുടെ കുട്ടികളെ രക്ഷിക്കണം. അതിനായുള്ള ശ്രമങ്ങൾ ഇനിയെങ്കിലും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ഈ ചർച്ച പൂർണ്ണമാകുന്നു. നന്ദി ശ്രീ ജോർജ് ജോസഫ്, ശ്രീമതി കല, ഒപ്പം ഡോക്ടർ നിതിൻ ജോർജ് ഈ ചർച്ചയുടെ ഭാഗമായതിന്. സ്പെഷ്യൽ എഡിഷൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.